അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഒരു സ്പെഷ്യൽ സെഷനാണ്. നമ്മളിങ്ങനെ ഒരു സ്പെഷ്യൽ സെഷൻ വെക്കാനുള്ള കാരണം, കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മുടെ ചർച്ചിലെ യൂത്ത് ഫാസ്റ്റിംഗ് ആയിരുന്നു. ഒരു വലിയ ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിച്ച മീറ്റിങ്ങുകൾ ദൈവം നമുക്ക് നൽകുവാനിടയായി തീർന്നു. എനിക്ക് അങ്ങനെ ഹൃദയത്തിലൊരു ആഗ്രഹം തോന്നി, നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഭവിച്ച ആ പ്രസൻസ് അതിനെക്കുറിച്ച് മറ്റുള്ളവരും അതിനെക്കുറിച്ച് അറിയണമെന്നൊരു ചിന്ത. ഒരു നല്ല റിവൈവലിൻ്റെ അനുഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ചിൽ യൂത്തിൻ്റെ ഇടയിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ ഫീൽ ചെയ്തു, 2015 നമ്മുടെ ചർച്ചിൽ ഒരു വലിയ റിവൈവൽ ഉണ്ടായി. ആ സമയത്ത് നമ്മൾ അനുഭവിച്ച ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ, ഒരു പരിശുദ്ധാത്മാവിൻ്റെ നമ്മൾ ഈ കഴിഞ്ഞ 2015 അനുഭവിച്ച ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാധാരണ സാന്നിധ്യമുണ്ട്. കൂട്ടായ്മ മീറ്റിങ്ങുകളൊക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റാത്തതുപോലെ ദൈവസാന്നിധ്യം അനുഭവിച്ച ചില മീറ്റിങ്ങുകളൊക്കെ നമുക്ക് അനുഭവിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ അതുപോലെ തന്നെ നമുക്ക് അനുഭവിക്കുന്ന, നമ്മളൊരു മീറ്റിങ്ങിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ അന്തരീക്ഷം മുഴുവൻ ചൂടായിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, പഴയ പെന്തക്കോസ്തിൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ പ്രെയർ നടക്കുന്ന അപ്പർ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ മുറി മുഴുവൻ ചൂട് പിടിച്ചതുപോലെ, ഒരു പുതിയ അറ്റ്മോസ്ഫിയറിലേക്ക് കയറി ചെല്ലുന്നത് പോലെ ഉള്ളൊരു അനുഭവം. അവിടെ പാടുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ ഒക്കെ വലിയൊരു റിവൈവലിൻ്റെ അനുഭവം കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മുടെ ചർച്ച്, നമ്മുടെ യൂത്ത് പ്രത്യേകിച്ച് അനുഭവിക്കുവാനിടയായി തീർന്നു. അപ്പം കഴിഞ്ഞ സൺഡേയിൽ സാധാരണ നമ്മുടെ ചർച്ചിൽ സാക്ഷ്യങ്ങളില്ല, വളരെ ചുരുങ്ങിയ സമയങ്ങൾ, 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ അത്യാവശ്യക്കാർക്ക് മാത്രമേ സാക്ഷ്യം കൊടുക്കത്തുള്ളൂ. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ ദിവസം സാക്ഷ്യത്തിന് സമയം കൊടുത്തു. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിൽ കൂടുതൽ നമ്മുടെ യൂത്ത് സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് കയറി ഇടപെട്ടൊന്നുമില്ല, അവർ സാക്ഷ്യം പറഞ്ഞോട്ടെന്ന് ഓർത്തു. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത സ്പർശനം അവർ പറഞ്ഞോട്ടെന്ന് ഓർത്തു. ആ സാക്ഷ്യങ്ങളിൽ നല്ലൊരു പങ്കും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിരുന്നു. അല്ലെങ്കിൽ ഞാനത് ആസാദി TV ഇടുമായിരുന്നു, മലയാളത്തിലിടുമായിരുന്നു. ഇംഗ്ലീഷിലും ഹിന്ദിയിലും പറഞ്ഞതുകൊണ്ട്, ട്രാൻസ്ലേഷൻ ഇല്ലാത്തത് കൊണ്ട് അതിട്ടാലും പലർക്കും അത് ഒരു പക്ഷേ മനസ്സിലാകാതെ പോയാലോ എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് ഇന്നത്തെ നമ്മുടെ യുവായുടെ മീറ്റിങ്ങിന് നമ്മളുടെ ചർച്ചിലെ യൂത്തിൽ ചിലരെയൊക്കെ ഞാൻ വിളിച്ചു. പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, അത് മറ്റു കുഞ്ഞുങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആകണം എന്ന് പറയാനിടയായി തീർന്നു. അതിനകത്ത് കുറേ കുഞ്ഞുങ്ങൾ ഹിന്ദിക്കാരായ കുഞ്ഞുങ്ങളാണ്, അവർക്ക് മലയാളത്തിൽ വന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ചിലരൊക്കെ ജോലിയിലാണ്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ തിരക്കാണ്, അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് വരാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ പേർക്ക് വരാൻ പറ്റുന്നില്ല. എന്നാൽ അവൈലബിളായിട്ടുള്ള ചില എക്സ്പീരിയൻസസ് നമ്മളൊന്ന് കേൾക്കാൻ പോകുക. ഇതെന്തിനാണ് ഇങ്ങനെ നമ്മൾ ചാനലിലൂടെ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഫാസ്റ്റിംഗ് പ്രെയറിൽ, യൂത്തിൻ്റെ ഫാസ്റ്റിംഗ് പ്രെയറിൽ നമുക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുകയായിരുന്നു. നിങ്ങളൊരു ഇൻഫ്ലുവൻസറായി മാറണം, യങ്സ്റ്റേഴ്സ് ഒരു ഇൻഫ്ലുവൻസറായി മാറണം. നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്ന് മറ്റ് ചെറുപ്പക്കാർ കണ്ടിട്ട് ഞങ്ങൾക്കും അതേ ആത്മശക്തി വേണം. ഞങ്ങളെപ്പോലെയുള്ളവർ ഇത് ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അതുകൊണ്ട് അതേ ആത്മശക്തി ഞങ്ങൾക്കും വേണം എന്ന് ഒരു ഇൻഫ്ലുവൻസ് ആയിത്തീരണമെന്ന് നമ്മുടെ ആ ഒരു പ്രെയർ ഞാൻ പറയാനിടയായി തീർന്നു. ഞാൻ ആ മീറ്റിങ്ങിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പിന്നീട് പറയാം. പക്ഷേ വി ജസ്റ്റ് വാണ്ട് ടു ഹിയർ ഫ്രം സം ഓഫ് അവർ യൂത്ത് ടീമിലെ ആരിൽ നിന്നെങ്കിലും എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? അതായത് നിങ്ങൾ ഒരു ഫാസ്റ്റിംഗ് പ്രെയറൊക്കെ പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നോട് വന്ന് പറഞ്ഞത്, ലിജോയും ഏഞ്ചലും നമ്മുടെ കൂടെ ഉണ്ട്, അതുപോലെ തന്നെ നിതിൻ കരുണാകരൻ നമ്മുടെ യൂത്ത് ടീമിലെ ലീഡറാണ്, അദ്ദേഹം നമ്മളുടെ കൂടെയുണ്ട്. സാമിക്ക് വരാൻ പറ്റിയിട്ടില്ല, സാമി ആയിരുന്നു ഇതിന്, ഷാമുവിനെ ഞങ്ങൾ ഷോർട്ട് ഫോമിൽ സാമി എന്നാണ് വിളിക്കുന്നത്. സാമിയായിരുന്നു ഇതിൻ്റെ ഏറ്റവും മുമ്പിൽ നിന്ന ആളുകളിൽ ഒരാൾ. റിങ്കി ട്രാവൽ ചെയ്യുകയാണ്, റിങ്കിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇവരൊക്കെയാണ് ഇതിൻ്റെ മുൻപിട്ട് നിന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഈ ഒരു ഉണർവ്, കുഞ്ഞുങ്ങളുടെ ഇടയിലുണ്ടായ ഉണർവെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം,
പരിശുദ്ധാത്മാഭിഷേകം കുഞ്ഞുങ്ങൾ പ്രാപിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും പ്രവചനാത്മാവിനാൽ നിറഞ്ഞ് ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. ചിലർ ദർശനങ്ങളെ കണ്ടു. അങ്ങനെ അസാധാരണ ദൈവപ്രവൃത്തി, ചിലരുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പുതുക്കപ്പെട്ടു. അസാധാരണ ദൈവപ്രവൃത്തി. ഞാൻ ശരിക്കും ഒരു കാഴ്ചക്കാരനായിരുന്നു. ഞാൻ ആ മീറ്റിങ്ങിൽ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്തൊക്കെ വന്ന് 4 വാക്ക് പറയും, അല്ലെങ്കിൽ ലാസ്റ്റ് സാറ്റർഡേ വൈകിട്ട് ഞാൻ അല്പസമയം കൂടുതലെടുത്ത് ശുശ്രൂഷിച്ചു. പക്ഷേ കൂടുതൽ സമയങ്ങളും നമ്മുടെ ചെറുപ്പക്കാർ തന്നെയാണ് ആ മീറ്റിങ്ങിൽ ശുശ്രൂഷിച്ചത്. അപ്പർ റൂമിൻ്റെ ഒരു കോർണറിൽ ഒരു കസേരയിട്ട് ഞാൻ മാറി അവിടെ മൂലയ്ക്ക് ആരും കാണാതെ മീറ്റിംഗ് നടക്കുന്ന ഹോളിൻ്റെ കോർണറിൽ വെളിയിലായിട്ട് അതിൻ്റെ ആരും കാണാത്തൊരു കോർണറിൽ ഞാൻ ഇങ്ങനെ പാത്തിരുന്ന് ഇതെല്ലാം കാണുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയായിരുന്നു. കാരണം ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നത് കാണുമ്പോൾ, യോവേൽ പ്രവാചകൻ പ്രവചിച്ചതുപോലെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ കാണുമ്പോൾ അത് ദൂരത്ത് നിന്ന് കണ്ട് സന്തോഷിക്കാനുള്ളൊരു ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി. അതെന്നോടുള്ള വാഗ്ദത്ത നിവൃത്തിയാണ്. ഞാനത് പിന്നീട് പറയാം. പക്ഷേ എനിക്കിപ്പം ഏഞ്ചൽ ലിജോ നമ്മുടെ കൂടെയുണ്ട്. എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാണ് ഈ ആശയം യൂത്തിൻ്റെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയത്? ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന പാസ്റ്റേഴ്സ്, ഞങ്ങളെ കേൾക്കുന്ന യൗവനക്കാർ, നിങ്ങളുടെ ചർച്ചകളിലൊക്കെ ഇത് ചെയ്താട്ട്, നിങ്ങൾ യൂത്ത് ചേർന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താട്ട് സഭയുടെ അന്തരീക്ഷം മാറാൻ പോവുക. ഏഞ്ചലിനും ലിജോയ്ക്ക് ഷെയർ ചെയ്യാം കേട്ടോ. മഹത്വപ്പെടുന്നതാകട്ടെ. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കുവാണെങ്കിൽ, ആക്ച്വലി ഞങ്ങൾ ഒരു അപ്രോക്സ് 3 മാസത്തോളം 3 വീക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഹോളി സ്പിരിറ്റിനെ പറ്റിയുള്ളൊരു സ്റ്റഡിയും ഡിസ്കഷനും ചെയ്യുവാനുള്ള ഗൈഡൻസ് ദൈവം തരുന്നുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൽ നടക്കുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ലീവ് ഇൻ ഹോളി സ്പിരിറ്റ് എന്നുള്ളൊരു തീം ഞങ്ങളിങ്ങനെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. അത് പരിശുദ്ധാത്മാവ് വല്ലാതെ ആ ഒരു നിയോഗം ഞങ്ങളുടെ മേലെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പാസ്റ്റങ്ങൾ പറഞ്ഞല്ലോ, ഈ 5 പേര്, സാമുവേൽ, നിതിൻ, റിങ്കി, ഞങ്ങൾ 5 പേരും കൂടിയിരുന്നു. ഞങ്ങളുടെ ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ എപ്പോഴും വീക്ക്ലി വൺസ് ഞങ്ങളത് ചെയ്യാറുണ്ട്. അപ്പം പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ നയിക്കും. അപ്പം ഞങ്ങൾക്ക് ഈ ദിവസങ്ങളായിട്ട് റീസെൻ്റായിട്ട് ഞങ്ങളെ ദൈവം ഏറ്റവും കൂടുതൽ ഗൈഡൻസ് ചെയ്തത് ലീവ് ഇൻ സ്പിരിറ്റ് എന്നുള്ള, ഹോളി സ്പിരിറ്റിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ സ്ലോലി ഞങ്ങളുടെ എല്ലാ യൂത്ത് മീറ്റിങ്ങിലേക്കും അത് ഇമ്പാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഡിസ്കഷൻസ് വെച്ചു, റോൾ ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ എ ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ ബിലീവർ. അപ്പം അത് ഞങ്ങൾ ജസ്റ്റ് വെച്ചത് ഒരു ഈവെൻറ്റ് ചെയ്യുന്ന ഈവെൻറ്റ് മുംബൈയിൽ ഞങ്ങൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഫോളോ അപ്പിൻ്റെ ബേസിസിൽ ഞങ്ങളുടെ പുറത്തുള്ള യൂത്ത്സും ഞങ്ങളുടെ ചർച്ചിലല്ലാത്ത യൂത്ത്സും സൂം വഴി ഞങ്ങൾ യൂത്ത് മീറ്റിങ്ങിന് ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എത്രമാത്രം ഈ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു നോളേജ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഓപ്പൺ ഡിസ്കഷൻ വെച്ചു. എല്ലാവർക്കും ഫ്രീഡമായിട്ട് സംസാരിക്കാം പരിശുദ്ധാത്മാവിനെ പറ്റി, അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ആരാണ്, എങ്ങനെ ക്രിയ ചെയ്യുന്നു എന്നുള്ളൊരു വിഷയത്തിൽ ഞങ്ങൾ ഓപ്പൺ ഗ്രൂപ്പ് ഡിസ്കഷൻ വെച്ചായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഹോളി സ്പിരിറ്റിനെ പറ്റി പഠിപ്പിച്ചു. അതൊരു വ്യക്തിയാണ്, ദൈവമാണ്, ബേസിക് നോളേജ് ഞങ്ങൾ കൊടുത്തു. അപ്പം അതിനുശേഷത്തെ ഞങ്ങൾ നെക്സ്റ്റ് യൂത്ത് മീറ്റിങ്ങിൻ്റെ സെഷൻ പ്രെയർ സെഷനാണ്. അതിൽ ഞങ്ങൾക്ക് വല്ലാത്തൊരു സ്ട്രോങ് ഗൈഡൻസ് കിട്ടി. ലീവ് ബൈ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നടക്കുക, പരിശുദ്ധാത്മാവിൽ നടക്കുക, അങ്ങനെ ഒരു ഭയങ്കര ഒരു ഗൈഡൻസ് ഞങ്ങൾക്ക് ദൈവം തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം സാമിയാണ് വന്നിങ്ങനെ പറയുന്നത്, നമുക്ക് 3 ദിവസം ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വെച്ചാൽ ഒരു ഹോളി സ്പിരിറ്റ് റിവൈവലിന് വേണ്ടിയിട്ട്, റിവൈവലിൻ്റെ ശബ്ദം തന്നെയാണ് യൂസ് ചെയ്ത് തന്ന സാമുവേൽ, ഒരു ഹോളി സ്പിരിറ്റ് റിവൈവലിന് വേണ്ടി നമുക്കൊരു സെഷൻ വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി സന്തോഷമായി. കാരണം ഓൾറെഡി ദൈവം നമ്മളെ അങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവിൽ നടക്കണം എന്നൊരു ഗൈഡൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവം നമ്മളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മാസത്തോളം ഓൾമോസ്റ്റ് ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് അത് ഒത്തിരി സന്തോഷം തോന്നി. ഞങ്ങൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ആരോടും ഷെയർ ചെയ്തില്ല. ഞങ്ങൾ 5 പേരും ആ വിഷയം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഗൈഡൻസ് എടുത്തു. അങ്ങനെ സാമുവലാണ് ഹോളി സ്പിരിറ്റ് അവേക്കനിങ് എന്നുള്ളൊരു തീം കണ്ടെത്തി. പിന്നെ ഞങ്ങൾ ഓർത്തു ഇനി ഞങ്ങൾ പ്രിപ്പയർ ആയി ആദ്യം. അതിനുശേഷം ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ യൂത്ത്സ് ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഈ മീറ്റിങ്ങിന് വരുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നി. ഞങ്ങൾ അവർക്ക് 1 വീക്ക് പ്രയർ ഇൻഫോം ചെയ്തിട്ട് പറഞ്ഞു, അഭിഷേകം പ്രാപിക്കാനുള്ളവർക്ക് ഒരു അവസരമാണിത്, അഭിഷേകം പ്രാപിക്കണം. അന്യഭാഷ പ്രാപിച്ചവർക്ക് ഒന്നും കൂടി സ്പിരിച്വൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകണം, നിങ്ങൾ ഹോളി സ്പിരിറ്റ് ഗിഫ്റ്റുകൾ പ്രാപിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർക്കൊരു ബേസിക് നോളേജ് കൊടുത്തിട്ട് വീക്ക്ലി 1 അവറെങ്കിലും നിങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കണം. ഈ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം ഡെയിലി 1 അവറെങ്കിലും പ്രാർത്ഥിക്കണം. അതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ ചെയ്തു. ജോലിക്ക് പോകുന്നവരുണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ശാന്തയ്ക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സമയമില്ല, ഫാമിലിയാണ്, കുഞ്ഞുണ്ട്. മോർണിംഗ് 5 മണിക്ക് എണീറ്റ്, ഇപ്പം ഡേ തുടങ്ങുന്ന മുമ്പ് തന്നെ സ്റ്റാർട്ടിങ് ടൈം
അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെല്ലാം അതിനുവേണ്ടി സമയം കണ്ടെത്തി അരമണിക്കൂർ 1 മണിക്കൂർ ഡെയിലി ഒരു 1 വീക്കോളം പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ ഭയങ്കര ദാഹത്തോടും പ്രിപ്പറേഷനിലൂടെയാണ് കുഞ്ഞുങ്ങൾ വന്നത്. അതല്ലാണ്ട് ഞങ്ങളുടെ പേഴ്സണൽ പ്രെയർ ഞങ്ങൾ 5 പേരും കൂടിയിരുന്ന് ഞങ്ങൾ ഡെയിലി ഞങ്ങളുടെ ഒരു 1 hour 2 hour 2.5 hour വർഷിപ്പിങ്ങിന് പോകും. പിന്നെ രാത്രി 11:30-12 മണി വരെ പ്രാർത്ഥന പോവാറ്. ഇച്ചിരൂടെ ഉറക്കെ പറയാം കേട്ടോ. ഞങ്ങളുടെ പ്രാർത്ഥന രാത്രിയിൽ ഒരു 11:30, 11:45, 12 മണി വരെ രാത്രിയിൽ പോകുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ഒരു പ്രാർത്ഥന അങ്ങനെയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പർ റൂമിൽ വന്ന് ഒരു ക്ലീനിങ് ഒക്കെ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ സാമിയോട് പറയുമായിരുന്നു, സാമി ഞാനിങ്ങനെ ഒരു മെസ്സേജ് കേട്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ വീടൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നതിനെ കേട്ടിട്ടുണ്ട്. നമ്മളതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്, ഒരു ക്ലീനിങ് പരിപാടി, ഒരു ഫിസിക്കൽ ക്ലീനിങ്. നമ്മൾ റൂമിലൊന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിൻ്റെ ഫസ്റ്റ് സൈനാണല്ലോ ഇത്, നമ്മുടെ ക്ലീനിങ് പരിപാടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ ഒരു കൃപ. അത് ഞാൻ പറയുന്നത് പാസ്റ്റങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പാസ്റ്റങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നെങ്കിലും പാസ്റ്റങ്ങൾ ഷെയർ ചെയ്തപ്പോൾ തൊട്ട് എപ്പോഴാണ് എങ്ങനെയാ എന്തോ ഒന്നും ചോദിക്കാണ്ട് ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് പാസ്റ്റങ്ങളുടെ ഉണ്ടായിരുന്നു. അധികം ഒന്നും എങ്ങനെയാ മോനെ നടക്കത്തില്ല, അതും ഞങ്ങൾക്ക് ഇപ്പം ഈ സിറ്റുവേഷൻ നമ്മൾ ഇവിടെ ഇപ്പം മുമ്പേ നല്ലതല്ല, ഇപ്പം പൂജ നടക്കുന്ന സമയം ഞങ്ങൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത സമയം. പക്ഷേ എന്നാലും പാസ്റ്റർ തടസ്സമൊന്നും പറയാണ്ട് ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് പാസ്റ്റങ്ങളുടെ ഉണ്ടായിരുന്നു. അതേകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടായത്, ഈ പൂജയുടെ കൊട്ടും മേളവും ചുറ്റും നടക്കുന്നത് കൊണ്ട് നമ്മുടെ കൊട്ടും മേളവും നമ്മുടെ പാട്ടും ഒന്നും നമ്മുടെ അന്യഭാഷയും നമ്മുടെ ബഹളവും ആർക്കും മനസ്സിലായില്ല ഇത് എവിടെ നിന്നാന്നുള്ളത്. ചുറ്റും ഇങ്ങനെ ഭയങ്കര കൊട്ടും മേളവും ബഹളവും നടക്കുന്നുണ്ട്. നമുക്ക് നല്ല സ്വാതന്ത്ര്യത്തോട് ശബ്ദമെടുത്തങ്ങ് ദൈവത്തെ സ്തുതിക്കേണ്ടതായിട്ട് വന്നു. തൊട്ടടുത്ത മുറിയിൽ ഈ പറഞ്ഞ പൂജയുടെ ഉത്സവത്തിൻ്റെ കൊട്ടും ബഹളവും അവർ ഭയങ്കര മൈക്ക് സെറ്റ് മുറിക്കകത്ത് വെച്ച് ബഹളം ഉണ്ടാക്കുമ്പോൾ നമുക്കും ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ചെറിയ അപ്പർ റൂമിൻ്റെ അകത്ത് അങ്ങനെ എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അപ്പർ റൂമിലൊക്കെ ഇത്ര ശക്തമായ മീറ്റിംഗ് നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും സമീപവാസികളുടെ പ്രതികരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം നമുക്ക് അനുഗ്രഹമായി തീരുമാനമിടയായി തീർന്നു. കുഞ്ഞുങ്ങൾ വന്ന് എൻ്റെ റബ്ബി വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു യൂത്തിൻ്റെ ഫാസ്റ്റിംഗ് പ്രെയർ പ്ലാൻ ചെയ്യുക പാസ്റ്ററെ എന്ന് പറഞ്ഞ് എന്നോട് ഒരു അനുവാദത്തിന് വേണ്ടി വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മുടെ ചർച്ചിൻ്റെ ഏത് ലീഡർഷിപ്പിലുള്ളവരാണെങ്കിലും അവരെന്ത് നല്ല കാര്യം ചെയ്താലും ഞാൻ അതിനെ ഫുൾ സപ്പോർട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കയറി കൈ കടത്തി അത് പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ പോകത്തില്ല. എൻ്റെ ഒരു ശീലമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആരെങ്കിലും ഒരു ലീഡറിനെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ലീഡർ അത് ഭംഗിയായിട്ട് ചെയ്യുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കയറി ഞാൻ ചോദിക്കാൻ പോകേണ്ട കാര്യമില്ല. ഞാൻ ഫുള്ളി ട്രസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആ ഭാഗത്തു നിന്ന് അങ്ങ് മാറി നിൽക്കും. അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കും. അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ദൈവം അവർക്ക് നൽകുന്ന വിഷൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കയറി പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, അതിനെല്ലാം സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ദൈവമക്കളെല്ലാം നമുക്ക് നല്ല വിശ്വാസമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല വിശ്വാസം, അവർ നല്ല കാര്യമേ ചെയ്യത്തുള്ളൂ, അവർ കർത്താവിൽ നിന്ന് പ്രാപിച്ചേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ കയറി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട, അവർ നന്നായിട്ട് ചെയ്യട്ടെ എന്നൊരു ചിന്ത കൊണ്ട് ഞാനൊരു ഫുൾ ഫ്രീഡം, പ്രത്യേകിച്ചും യൗവനക്കാർക്കും നമ്മുടെ എല്ലാ നമ്മുടെ വേലസ്ഥലങ്ങളിൽ ദൈവദാസന്മാർക്കൊക്കെ ആണെങ്കിലും ആ ഒരു ഫ്രീഡം നമ്മളെപ്പോഴും കൊടുക്കും. അതൊരു എൻ്റെ ഒരു സ്വഭാവമാണ്. അത് അനുഗ്രഹമായി തീർന്നു. എന്തായാലും അനുഗ്രഹമായി തീർന്നു. ഒത്തിരി അനുഭവങ്ങൾ കുഞ്ഞുങ്ങൾ പറവാനിടയായി തീർന്നു. ഒത്തിരി അനുഭവങ്ങൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു. ചിലർ ആത്മാവിൽ പുതുക്കപ്പെടുവാനിടയായി തീർന്നു. അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു. പ്രവചനാത്മാവിൽ കുഞ്ഞുങ്ങൾ സംസാരിപ്പാനിടയായി തീർന്നു. യോവൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ പറഞ്ഞ അനുഭവങ്ങളുടെ ഒരു ആവർത്തനം പോലെ. ഡോണമോൾ എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ഈ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്ക് ഫാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. ഈ ഫാസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി റെഗുലറായിട്ട് എല്ലാവരും ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു മാസങ്ങൾ നിങ്ങളെടുത്ത് അങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അതിനുവേണ്ടി ഒന്ന് തയ്യാറാകാനിടയായി തീർന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അല്ലെങ്കിൽ അത് നമ്മുടെ പ്രെയർ സെല്ലിൻ്റെ ടോപ്പിക്കായിരുന്നു. അതുപോലെയുള്ള ടോപ്പിക്സ് നിങ്ങൾ വെച്ച് അതിൻ്റെ എക്സാം നടത്തി. ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മുടെ ചർച്ചിൻ്റെ പ്രെയർ സെല്ലിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. പക്ഷേ അതെടുത്തിട്ട് പിന്നീട് നമുക്കെന്ത് ചെയ്യാൻ പറ്റി, അത് കുഞ്ഞുങ്ങളെ നിങ്ങൾ തന്നെ പഠിപ്പിച്ചു. എല്ലാവർക്കും നിങ്ങളൊരു എക്സാം കൊടുത്തു. എക്സാമിന് ശേഷം ഗിഫ്റ്റൊക്കെ കൊടുത്തു എന്നല്ലേ?
അതെ അതെ, ഞങ്ങൾ ആ സെയിം ടോപ്പിക് തന്നെ എടുത്ത് ഞങ്ങൾക്ക് ഷെയർ ചെയ്തു. പഴയ നമ്മുടെ പേഴ്സണൽ ടോപ്പിക്കായിരുന്നു. എല്ലാവരും അത് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എക്സാം ചെയ്തു, എക്സാം കണ്ടക്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുത്തു. അതെ, ഗിഫ്റ്റും കൊടുത്തു. ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റും കിട്ടി, പിന്നെ യൂത്തിൻ്റെ വക ഗിഫ്റ്റും കിട്ടി അവർക്ക്. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങൾ നന്നായിട്ട് വളരെ പഠിച്ചു. വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, വളരെ വ്യത്യസ്തമായിട്ട്. ഞാൻ എല്ലാ ചർച്ചസും, എനിക്കറിയാം ആസാദി ടി വിയിലൂടെ പല ചർച്ചസിൻ്റെ ലീഡേഴ്സും പാസ്റ്റേഴ്സും യൂത്ത് ലീഡേഴ്സും ഒക്കെ ഇത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, ഞങ്ങളുടെ ചർച്ചിലെ യൂത്ത് ചെയ്യുന്ന വളരെ വ്യത്യസ്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്, വളരെ വ്യത്യസ്തമാകുന്ന ചില കാര്യങ്ങൾ. നിതിൻ കരുണാകരൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിതിന് വർക്ക് ഫ്രം ഹോം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ ജസ്റ്റ് വാണ്ട് ടു അപ്രീഷിയേറ്റ് യു. നിതിൻ നമ്മുടെ മീഡിയ ടീമിൻ്റെ ഹെഡാണ്, ഞങ്ങളുടെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. വളരെ ഫെയ്ത്ത്ഫുള്ളായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല. നിതിൻ വെൽക്കം, പ്രൈസ് ദി ലോർഡ്. ജോലിയിലല്ലല്ലോ അല്ലേ? അതെ, നിതിന് നല്ല ഒരു ഡിസൈനറാണ്. നമ്മുടെ ചർച്ചിൻ്റെ ലോഗോ ഒക്കെ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തത് പ്രിയപ്പെട്ട നിതിനാണ്. ഞാൻ അങ്ങനെ പുകഴ്ത്താൻ വേണ്ടി പറയുകയല്ല, വാസ്തവത്തിൽ നല്ല പ്രൊഫഷണൽ ഒരു ഡിസൈനറാണ് നിതിൻ. നമ്മുടെ മീഡിയ ടീമിൻ്റെ ഹെഡാണ് നിതിൻ കരുണാകരൻ. നിതിൻ്റെ ബ്രദർ നിഖിൽ കരുണാകരൻ, അദ്ദേഹവും നമ്മുടെ ആസാദി ടി വിയുടെ മീഡിയയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ വീഡിയോഗ്രാഫിയിലും എഡിറ്റിങ്ങിലും ഒക്കെ നിഖിലിൻ്റെ പേര് നിങ്ങൾ ഒരു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ നിഖിൽ കരുണാകരൻ്റെ പേര് ഉറപ്പായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം നമ്മളോട് കൂടെ വർക്ക് ചെയ്യുന്നു. ഈ കുടുംബം, ഈ സഹോദരന്മാർ രണ്ടുപേരും നമുക്ക് വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. ചർച്ചിൻ്റെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് നിതിൻ ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എന്നെ കേൾക്കുന്ന ചർച്ചസിന് ഇത് ചെയ്യാൻ പറ്റും. അടുത്ത ജനറേഷനിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അതായത് ഫോട്ടോഷോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെ, എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതുള്ള ഫ്രീ ട്രെയിനിങ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. എത്ര പേര് പഠിക്കുന്നുണ്ട് ഇപ്പം? ഇപ്പോൾ ഒരു 10 സ്റ്റുഡൻസ് ഉണ്ട്. 10 സ്റ്റുഡൻസ് നമ്മുടെ ചർച്ചിൽ നിന്ന് തന്നെ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാൻ പഠിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചർച്ചിൻ്റെ ലൈവ് എങ്ങനെ ടെലികാസ്റ്റ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചല്ലയോ? അതെ. ഞാൻ ഇടയ്ക്ക് ഒരു തമാശ പോലെ അങ്ങ് ചോദിക്കുക കേട്ടോ. സാധാരണഗതിയിൽ ആളുകൾ ആരെയും ഒന്നും പഠിപ്പിക്കത്തില്ല, കാരണം പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ പോകും അല്ലേ? അങ്ങനൊന്നും തോന്നിയിട്ടില്ലയോ? പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കും. എന്ത് ഏഞ്ചൽ എന്തോ പറയുന്നുണ്ടല്ലോ? നമ്മുടെ ഓരോ റോള് മറ്റൊരു അസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമ്മുടെ റോളിന്റെ പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് കോൺസെപ്റ്റ്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഉണ്ടോ? ഒരിക്കലില്ല. ഞാൻ എൻ്റെ പോളിസി അത് കേട്ടോ. എനിക്ക് ഒട്ടും ഇൻസെക്യൂരിറ്റി ഇല്ല. ശുശ്രൂഷയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ലീഡേഴ്സ് ശക്തമായി ഉപയോഗിക്കപ്പെടുമ്പോൾ ഒട്ടും ഇൻസെക്യൂരിറ്റി എനിക്കില്ല. പല ചർച്ചസിൻ്റെയും പ്രശ്നം എന്താണെന്നറിയാം, ആ ഒരു ഇൻസെക്യൂരിറ്റിയാണ്. കാരണം അവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോകും എന്നൊക്കെയുള്ളൊരു ചിന്ത കൊണ്ടാണ്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഫോട്ടോഷോപ്പ് മാത്രമല്ല, ഫോട്ടോഷോപ്പ് വളരെ നമ്മൾ ആത്മീയ വിഷയമായിട്ട് റിലീജിയസ്ലി കൃത്യമായിട്ടുള്ള സമയം വെച്ച് എല്ലാ ആഴ്ചയിലും ഫിസിക്കലി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ സൂമിൽ ക്ലാസ് വെച്ചിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കണം നിങ്ങൾ. ഒരു പ്രൊഫഷണൽ ഡിസൈനറാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റിയും ഗുണവും നമ്മുടെ കുഞ്ഞുങ്ങൾ. ഡോണയൊക്കെ പഠിക്കുന്നുണ്ടല്ലേ? ഡാനി പഠിക്കുന്നുണ്ടോ? ഡാനി ക്ലാസ്സിൽ കയറിയിട്ടില്ല, പക്ഷേ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും 10 കുട്ടികളുണ്ടല്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി അത്രയും വാചകങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വലിയ ജീവിതാനുഭവമൊക്കെ നിതിനുണ്ട്. ഒരു സമയത്ത് നമുക്ക് ആസാദി ചാനലിലൂടെ അത് കേൾക്കാം. എന്നാൽ അതിനു മുമ്പ് ഈ ഒരു റിവൈവൽ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? നമ്മുടെ യൂത്തിൻ്റെ ഇടയിലുണ്ടായ റിവൈവൽ എക്സ്പീരിയൻസ്. നിങ്ങളൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത് അല്ലേ? മെയിനായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഈ മലയാളം മതി. ഇടയ്ക്ക് 1-2 ഇംഗ്ലീഷ് വാക്കൊക്കെ ഉപയോഗിച്ചു. എനിക്കറിയാം നിങ്ങളൊക്കെ ബോംബെ ജനിച്ച് വളർന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് മലയാളത്തിൽ പറയാൻ. സോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് കംഫർട്ടബിൾ വിത്ത് യു, ഐ ക്യാൻ ട്രാൻസ്ലേറ്റ് ഫോർ യു. ഞാൻ ട്രൈ ചെയ്യാം. ആക്ച്വലി മെയിനായിട്ട് ഈ മീറ്റിംഗ് ഒക്കെ ഓർഗനൈസ് ചെയ്തത് സാമിയും ഏഞ്ചലും ലിജു ആയിരുന്നു. ബിക്കോസ് എനിക്കും റിങ്കിക്കും ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് അത്ര സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ റിങ്കിക്കും എനിക്കും
ബാക്ക്ഗ്രൗണ്ടിൽ ഇവരൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ദൈവം റിങ്കിനോട് എന്നോടും സംസാരിച്ച് ഫാസ്റ്റിംഗ് എടുക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. ദൈവം ഞങ്ങൾ രണ്ടാളോട് ഒരു സൺഡേ ആയിരുന്നു, സൺഡേ സർവീസിന്റെ നടക്കില് ഹോളി സ്പിരിറ്റ് എന്നോട് സംസാരിച്ച് 21 days ഫാസ്റ്റിംഗ് എടുക്കണം. ഞാൻ വീട്ടിലെത്തി, അത് കഴിഞ്ഞിട്ട് റിങ്കി എന്നോട് വന്നിട്ട് പറഞ്ഞു എനിക്ക് 21 days ഫാസ്റ്റിംഗ് എടുക്കണം. അന്നേരം ഐ വാസ് സർപ്രൈസ്ഡ്. അന്നേരം ഞാൻ പറഞ്ഞ ഹോളി സ്പിരിറ്റ് ടോൾഡ് മീ ഓൾസോ എന്ന് പറഞ്ഞു. അത് എനിക്ക് ഗൂസ് ബംസ് വരുന്നു, കാരണം അതൊക്കെ എന്തൊരു ദൈവപ്രവൃത്തി അല്ലേ. കാരണം ഒരു ഭാഗത്ത് ഹസ്ബൻഡ് തീരുമാനം എടുക്കുന്നു 21 ദിവസം ഫാസ്റ്റിംഗ് പ്രയറിന് വേണ്ടി, മറുഭാഗത്ത് റിങ്കി തീരുമാനം എടുക്കുന്നു. അത് ദൈവത്തിൻ്റെ ഭയങ്കര ഗൈഡൻസാണ്, ദൈവത്തിൻ്റെ ടൈമിങ്ങാണ്. അങ്ങനെ ദൈവം കുടുംബങ്ങളെ പണിയുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്, റിങ്കി ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ചാനലിൽ ഏഞ്ചലും റിങ്കിയും ഒക്കെയാണ് എന്നോട് കൂടെ പലപ്പോഴും ട്രാൻസ്ലേഷന് വേണ്ടി നമ്മുടെ സൺഡേ സർവീസിൽ വരുന്നത്. ഐദർ ഏഞ്ചൽ ഓർ റിങ്കി, ചില സമയങ്ങളിൽ സാമിയും വന്നിട്ടുണ്ട്. പക്ഷേ സാമിയുടെ ട്രാൻസ്ലേഷൻ കൂടുതലും മലയാളത്തിൽ നിന്നല്ലാത്തത് കൊണ്ട് നമ്മുടെ മലയാളം ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ല. എനിവേ, കണ്ടിന്യൂ ചെയ്താട്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അങ്ങനെ ഡിസൈഡ് ചെയ്തു? ഇത് ഈ മീറ്റിംഗ് ഫിനിഷ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത് ആക്ച്വലി ദൈവം ഞങ്ങളെ ആ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. സ്റ്റാർട്ട് ആയപ്പോൾ എനിക്കത് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഞങ്ങളെ പേഴ്സണൽ സ്പിരിച്വൽ ലൈഫ് ഒരു പിന്നെയും ഒന്ന് സ്ട്രോങ് ആക്കേണ്ടിയിട്ടായിരിക്കും ദൈവം സംസാരിച്ചത്. പക്ഷെ ഈ മീറ്റിംഗിന്റെ ദിവസം എനിക്ക് റിയലൈസ് ആയ God was doing something in our life. He was preparing us during those days. അന്നത്തെ ദിവസം ദൈവം കൃപ എന്ന് വെച്ച് ഞാൻ എൻ്റെ ലൈഫിൽ സെക്കൻഡ് ടൈം ഞാൻ ഒരു മെസ്സേജ് ഷെയർ ചെയ്തു. അത് ബാക്കി എല്ലാവർക്കും അത് അത്ര വലിയ കാര്യമായിരിക്കില്ല, പക്ഷെ അത് കുറേ വലിയൊരു കാര്യമാണ്. ബിക്കോസ് ഞാൻ എപ്പോ നോ എന്ന് പറയുന്ന ഒരാളാണ്, മെസ്സേജ് ഒരിക്കലും ഷെയർ ചെയ്യില്ല എന്ന്. പക്ഷേ ഈ പ്രാവശ്യം ദൈവം ആക്ച്വലി ഇടപെട്ടു. ഞാൻ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ മെസ്സേജ് ഇങ്ങനെ ഐ വാസ് ആക്ച്വലി പ്രീച്ചിങ് വൈൽ ഐ വാസ് പ്രേയിങ്. അന്നേരം ഞാൻ വിചാരിച്ചു ഇത് മീൻസ് മാനുഷികമായ ഒരു ഇതാന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ എന്തൊക്കെയാ ആ സമയത്ത് പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെ പ്രീച്ച് ചെയ്തുകൊണ്ടിരുന്ന അത് ആക്ച്വലി ഹോളി സ്പിരിറ്റ് തന്നതാണ്. അതെനിക്ക് കൺഫർമേഷൻ ആ മീറ്റിംഗിന്റെ ദിവസം എനിക്ക് മനസ്സിലായത്. ബിക്കോസ് സോ മെനി പീപ്പിൾ വർ ടച്ച്ഡ് ബൈ ദാറ്റ് മെസ്സേജ്. ഞാൻ ഒരു കാര്യം അന്ന് ഞാൻ പഠിച്ചത്, ഡോണ്ട് റിലൈ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. ദൈവം സംസാരിക്കും, അത് അനുസരിച്ചിട്ട് ടേക്ക് എ സ്റ്റെപ്പ്. ആ ഒരു കാര്യം ഈ മീറ്റിംഗിൽ ഞാൻ എൻ്റെ ഒരു ലൈഫ് ലെസൺ ആയിട്ട് ഞാൻ എടുത്തു. ഇതിനന്ന് ലൈഫുമായിട്ട് കണക്ട് ചെയ്തത് പറഞ്ഞു, ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് സ്വന്തം എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു. അത് വളരെ പവർഫുള്ളായിരുന്നു. കുഞ്ഞുങ്ങളെ ഒത്തിരി പേരെ അത് സ്പർശിക്കുവാനിടയായി തീർന്നു. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രശ്നം അന്ന് നിതിൻ പറഞ്ഞ മെസ്സേജ് ഹിപ്പോക്രസിയെക്കുറിച്ചാണ്. നമ്മൾ ആക്ട് ചെയ്യുന്നു, നമ്മൾ പ്രിറ്റൻഡ് ചെയ്യുന്നു, നമ്മൾ സ്പിരിച്വലാണ്, നമ്മൾ ചർച്ചിൽ നന്നായിട്ട് വർഷിപ്പ് ലീഡ് ചെയ്യുന്നു, ചർച്ചിലൊക്കെ ആക്റ്റീവാണ്. പക്ഷേ റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനല്ല അല്ലേ? ആ ഒരു ആസ്പെക്റ്റാണ് അന്ന് കൂടുതലും ഷെയർ ചെയ്തത്. അത് വളരെ പവർഫുൾ സൈഡായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു റിവൈവൽ ഒരിടത്തുണ്ടാകണമെങ്കിൽ അവിടെ പാപത്തിനെതിരെ, ഹിപ്പോക്രസിക്കെതിരെ സംസാരിക്കണം. ബഹളവും എന്താ പറഞ്ഞ ഉണർവെന്ന് പറഞ്ഞാൽ ആളുകളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആവേശം കയറ്റുന്നതല്ല ശരിയായിട്ടുള്ള ഉണർവെന്നുള്ളതിനൊരു വലിയ തെളിവായിരുന്നു നമ്മുടെ ഈ യൂത്തിൻ്റെ ഫാസ്റ്റിംഗ് പ്രയർ. കാരണം ഫ്രം ദ ബിഗിന്നിങ് ഇറ്റ് സെൽഫ് ഹോളി സ്പിരിറ്റ് വാസ് ടോക്കിംഗ് അഗൻസ്റ്റ് സിൻ. പരിശുദ്ധാത്മാവ് പാപത്തിനെതിരെ, ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ദിവസം തന്നെ ശാമൽ തമ്പി പാസ്റ്റർ വചനമെടുത്തപ്പോൾ പറഞ്ഞു ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ആത്മാവും നൽകുമെന്നുള്ളൊരു ഭാഗം ഒന്നും മെൻഷൻ ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തില്ല. പക്ഷേ അടുത്ത സെഷൻസിൽ അതേ വചനം 2 ആഴ്ചയായിട്ട് ആ വചനം ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എസെക്കിയേൽ 36 നിന്ന് ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ആത്മാവ്. ഒരു പുതിയ ഹൃദയം ഉള്ളിടത്തെ ഒരു പുതിയ ആത്മാവ് ഇറങ്ങി വരത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഏഞ്ചൽ പറഞ്ഞതുപോലെ ഒരു ഹൗസ് ക്ലീനിങ് ആണ്. എന്തൊക്കെയാണ് അഴുക്കും പൊടിയും ഒക്കെ ഉള്ളത്. പണ്ട് എനിക്ക് തോന്നുന്നു
യഹോശാഫാത്ത് രാജാവിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു, അതോ ഹിസ്കിയ രാജാവിൻ്റെ കാലത്താണോ, ജെറുസലേം ദേവാലയത്തിലെ അഴുക്കെല്ലാം കൊണ്ടുപോയി തോട്ടിൽ ഒഴുക്കി കളഞ്ഞ ഒരു സംഭവമുണ്ട്. ഐ തിങ്ക് ദാറ്റ് വാസ് അറ്റ് ദ ടൈം ഓഫ് ഹിസ്കിയ രാജാവിൻ്റെ കാലത്തായിരുന്നെന്ന് തോന്നുന്നു. ഒരു ആദ്യം ചെയ്തത് ഒരു ടെമ്പിളിൻ്റെ അകത്തെ പൊടിയും ചപ്പും ചവറും പൊളിഞ്ഞു കിടക്കുന്ന എല്ലാം കൊണ്ട് കളയുക. നിങ്ങൾ ആദ്യം ചെയ്തത് അപ്പർ റൂം നിങ്ങൾ ക്ലീൻ ചെയ്തു, നമ്മുടെ പ്രെയർ റൂമിനെല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി അതിൻ്റെ 3 മുറിയെ ഒരുക്കി. 3 മുറിയിലായിട്ട് ആ സത്യത്തിൽ മീറ്റിംഗ് നടന്നത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഞാൻ വേറൊരു മുറിയിൽ പാത്തിരിക്കുകയായിരുന്നെന്ന്. അപ്പോൾ ഒരു ഹൗസ് ക്ലീനിങ്. അപ്പം മുറിയുടെ ക്ലീനിങ് മാത്രമല്ല, വ്യക്തിപരമായിട്ട് നമ്മളൊരു പുതിയ ഹൃദയം പ്രാപിക്കണം. ആ പഴയ കല്ലായിട്ടുള്ള ഹൃദയമൊക്കെ മാറി ഒരു പുതിയ ഹൃദയം പ്രാപിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കുണ്ടാകുന്നത്. ഏത് ചർച്ചിലും പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കുണ്ടാകണമെങ്കിൽ ഒന്ന് ഹാവ് എ ന്യൂ ഹാർട്ട്, ഒരു പുതിയ ഹൃദയം പ്രാപിക്കുക. രണ്ടാമത് എസെക്കിയേൽ തന്നെ പ്രവചിച്ചതാണ് ഹാവ് ആൻ അൺഡിവൈഡഡ് ഹാർട്ട്, ഒരുമയുള്ള മനസ്സ് പ്രാപിക്കുക. ഒരുമയുള്ള മനസ്സ് എവിടെയും ഉണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ കവിഞ്ഞൊഴുക്ക് ഉണ്ടാകും. ഇതിനെക്കുറിച്ച് ഒത്തിരി പ്രോമിസസ് ഉണ്ട്, പ്രസംഗിക്കും എന്നൊക്കെ. പക്ഷേ ഈ ഒരു യൂത്തിൻ്റെ റിവൈവലിലാണ് നിതിൻ സത്യത്തിൽ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങള് പഴയ ചർച്ചിലെ ഒരു ചെറിയ യൂത്ത് മീറ്റിംഗിൽ ഞാൻ അതായിരുന്നു ഫസ്റ്റ് ടൈം. അത് കുറെ വർഷമായി, ഒരു 6 years മുന്നാലെ. ബട്ട് അത് അന്ന് നിതിൻ പറഞ്ഞ മെസ്സേജ് ഞങ്ങൾക്ക് ഇന്നും ജോൺ 15 നമ്മുടെ ചർച്ചില്ലായിരുന്നു, നമ്മുടെ പഴയ ഹോളിൽ. ഓക്കെ ജോൺ 15 ഇപ്പോൾ ഡാനി പറഞ്ഞത് അബേഡ് ഇൻ മീ എന്നുള്ള വചനം പറഞ്ഞെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഓക്കെ, കുഞ്ഞുങ്ങളൊക്കെ അത് ഓർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഇപ്പോൾ ഡാനിയും ഡോണായി ആ വചനം ഏതാ പറഞ്ഞത് അപ്പോഴും നിങ്ങൾ ഈ അടുത്ത സമയത്തും കേട്ടോ എന്തോന്ന് അത് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് നോ ദാറ്റ് അന്ന് പറഞ്ഞ വചനത്തിന് എന്തൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നെന്ന്. ആഫ്റ്റർ ലോങ് ഇയേഴ്സ് സ്റ്റിൽ if our children are remembering that. ഇതിനെ മോനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ ഒതുങ്ങിയിരിക്കല്. ദൈവം ഏതവസരം തന്നാലും വചനം പറയണം. ഞാൻ ഇന്നും ഓർക്കുന്നു, കഴിഞ്ഞ നമ്മുടെ കാബോദ് ക്യാമ്പിന് അന്ന് രാത്രി 7 പേരെ തൊട്ട് വേർതിരിക്കാൻ ദൈവാത്മാവ് പറഞ്ഞതിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ തൊട്ട് പ്രാർത്ഥിച്ച 7 പേരിൽ ഒരാളാണ് നിതിൻ. നിതിന് ഒത്തിരി ശുശ്രൂഷയുണ്ട്. നിതിൻ കരുണാകരൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട യൗവനക്കാരുടെ ഇടയിൽ മാത്രമല്ല എല്ലാ കാറ്റഗറിയിൽ ഉള്ള ആളുകൾക്കും അനുഗ്രഹമായി തീരുന്ന റിയാലിസ്റ്റിക്കായിട്ടുള്ള മെസ്സേജസ് പറയണം, അല്ലേ? നമ്മുടെ ലൈഫിനെ ടച്ച് ചെയ്യുന്ന നിൻ്റെ ജീവിതത്തിലെ ജയങ്ങളും തോൽവികളും നിൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഈ ലൈവ് സെഷനിൽ ഞാനങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, സോ ആ ഒരു കോള് ശക്തമായിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പുതുക്കാൻ അല്ലെങ്കിൽ അതൊന്ന് എഴുന്നേറ്റ് വരുവാൻ കർത്താവ് സഹായിച്ചതിനോർത്ത് സ്തോത്രം ചെയ്യുന്നു. അൺഡിവൈഡഡ് ഹാർട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ലിജോ ഏഞ്ചലിനെ വിളിക്കണം. കാരണം ലിജോ സൺഡേ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. ഈ യൂത്തിൻ്റെ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചെറിയ ചില ഒപ്പീനിയൻ ഡിഫറൻസ് ഒക്കെ ഉണ്ടായി. അറേഞ്ച്മെൻറ്റിനെ കുറിച്ചാണ് കേട്ടോ, വലിയ കാര്യമൊന്നുമില്ല. ആരും അങ്ങനെ ചിന്തിക്കൽ ഇവർ തമ്മിലടിച്ചത് അങ്ങനെയൊന്നുമില്ല. ലിജോ ഒന്നുകൂടെ പറയാമോ? കാരണം നമ്മുടെ ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി അൺഡിവൈഡഡ് ഹാർട്ട് എവിടെ ഉണ്ടാകുന്നോ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു എന്നുള്ളതിനൊരു വലിയ തെളിവാണ് അത് കേട്ടോ. അത് ഫാസ്റ്റിങ്ങിൻ്റെ ആദ്യത്തെ ദിവസമായിരുന്നോ? അല്ല, ശനിയാഴ്ച, സാറ്റർഡേ ലാസ്റ്റ് ദിവസം രാവിലെ. ഒന്ന് പറഞ്ഞാട്ടോ. അത് വലിയ ഒരു ഇതല്ല, ഒരു വലിയ ഇഷ്യൂ അല്ലായിരുന്നു. അതൊരു ചെറിയ വാക്ക് തർക്കമായിരുന്നു. ഒരു ചെയർ ഇടുന്നൊരു വാക്ക് തർക്കമായിരുന്നു. ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു ബാത്റൂമിലേക്ക് പോകാൻ ആൾക്കാർക്ക് അവിടെ ചെയർ ഇടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞില്ല, അവിടെ ചെയർ ഇട്ടേ പറ്റുള്ളൂ, അത്ര നിലക്ക് ആൾക്കാർക്ക് കുഴപ്പമില്ല, എങ്ങനെയൊക്കെ പിടിച്ചിട്ടും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ചെയ്യരുത്, നമ്മൾ അതിനുള്ള വഴി നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ, അവിടെ ചെയർ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും നന്നായിട്ട് നമ്മളോട് റേസ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. റേസ് ചെയ്ത് സംസാരിക്കും. അപ്പം ഞാനും ചെറിയ രീതിയിൽ തമാശ രീതിയിലായിരുന്നു, പക്ഷെ കാര്യമായിട്ട് റേസ് ചെയ്ത് ഞാൻ സംസാരിക്കാൻ ഇടയായി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി പറയണ്ടായിരുന്നു, ഇച്ചിരി സൗണ്ട് കൂടി പോയി, പിന്നെ തർക്കമായി പോയി. അവിടെ തർക്കം വരാൻ പാടില്ലായിരുന്നു, ചെറിയൊരു കാര്യമായിരുന്നു, തർക്കം വരാൻ പാടില്ലായിരുന്നു. കാര്യങ്ങൾ ചെറിയ പറഞ്ഞ് അത് പരിഹരിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ
അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഫീലായി. ഞാൻ അന്നേരം തന്നെ ബാത്റൂമിനകത്ത് കയറി ബാത്റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തപ്പോഴെല്ലാം എൻ്റെ മനസ്സിനകത്ത് ഇത് ഓടുക. പറയണ്ടായിരുന്നു അങ്ങനെ ദേഷ്യപ്പെടണ്ടായിരുന്നു, ഇങ്ങനെ മനസ്സിനകത്ത് ഓടിക്കൊണ്ട് ഇരുന്നു. പിന്നെ ഞാൻ വെളിയിൽ ഇറങ്ങി വന്നിട്ട് അകത്തെ റൂമിൽ പോയിരുന്നിട്ട് ഞാൻ കരഞ്ഞു. കർത്താവ് പറ്റിപ്പോയി, അങ്ങനെ പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കുറേ നേരം ഇരുന്ന് കരഞ്ഞു. എനിക്ക് തോന്നി അത് ആത്മാവിൻ്റെ ആ ഒരു ഐക്യത്തിന് അത് തടസ്സമായനമായിരുന്നു. ചെറിയൊരു കാര്യമായിരുന്നാലും അതൊരു തടസ്സമായനമായിരുന്നു. അതന്നേരം തന്നെ പ്രാർത്ഥിച്ച് ജയമെടുക്കാനായിട്ട് കർത്താവ് ഇടയാക്കി. അതെ, കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെയാ പറയേണ്ടത്. കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം സ്വാമി എൻ്റെ അടുത്ത് വന്നു. സ്വാമി ഉണ്ടായിരുന്നു, സാമുവൽ പാസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ സാമുവൽ പാസ്റ്റർ ഞാനും അവിടെ ഇരിക്കുമ്പോഴാണ് സ്വാമി ഓടി നടുക്ക് വന്നിരുന്നിട്ട് സ്വാമി എൻ്റെ കൈക്ക് പിടിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് രണ്ടുപേരും ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം രണ്ടുപേരുടെ ആ ഒരു എന്താണ് പറയുന്നത്, ആത്മാവിൻ്റെ ഒരു ഐക്യം അവിടെ അതൊരു രണ്ടുപേരും ആ മുറിക്കകത്ത് കയറി കരം കോർത്ത് പിടിച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ശാമുവേൽ, സാമി എന്ന് ഞങ്ങൾ ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന ശാമുവേലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ശാമുവേൽ പാസ്റ്ററോടുണ്ടായിരുന്നു, പക്ഷേ സാമിയുടെ കാര്യമാണ് പറഞ്ഞത്. സാമിയും ലിജോയും കൂടെ കരം കോർത്ത് പിടിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ പിശാജ് അവിടെ സത്യത്തിൽ ആ റിവൈവലിനെ ഹൈജാക്ക് ചെയ്യാനൊരു ശ്രമം നടത്തിയതാണ്. പിശാജ് അങ്ങനെ ചെയ്യും. കാരണം ആ ഫൈനൽ സെക്ഷനിലൊക്കെ വെളിപ്പെട്ട ദൈവസാന്നിധ്യം ഇല്ലാതാക്കണം. ആ ലാസ്റ്റ് ദിവസം അന്ന് അനേകർ സ്പർശിക്കപ്പെട്ടു. ആ അനുഭവങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി പിശാച് ഒരു ചെറിയ തന്ത്രം ചെയ്തതാണ്. പക്ഷേ ജയിച്ചത് എങ്ങനെയാണെന്നറിയാം? ജയിച്ചത് നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചതിനെ ജയിച്ചു. എല്ലായിടത്തും ഒപ്പീനിയൻ ഡിഫറൻസ് ഉണ്ടാകും, കുടുംബങ്ങളിലുണ്ടാകും, സഭകളിലുണ്ടാകും. പക്ഷെ പിശാചിനെ ജയിക്കാൻ സമ്മതിക്കരുത്. നമുക്കൊരു വാശി വേണം. പല സഭകളിലും പല ദൈവമക്കൾക്ക് ഇത് അറിയത്തില്ല. അവർ പിശാചിന് ഇടം കൊടുക്കും. വചനത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട് കേട്ടോ, പിശാചിന് ഇടം കൊടുക്കരുത്. എഫേസ്യ ലേഖനത്തിലെ വാക്യമാണ്, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കും. പിശാചിന് ഇടം കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? വാദിച്ചും തർക്കിച്ചും നിൽക്കുമ്പോൾ പെട്ടെന്ന് മുട്ടുമേൽ നിൽക്കുക, കരം കോർത്ത് പിടിച്ച് കരയുക. അതൊരു പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനമാണ്. അത് അൺഡിവൈഡഡ് ഹാർട്ട് ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവാണ്. അങ്ങനെയുള്ളിടത്തെ പുതിയ നിയമ ആത്മാവ് വ്യാപരിക്കത്തുള്ളൂ. ഒരുമയുള്ളിടത്തെ പുതിയ നിയമ ആത്മാവ് വ്യാപരിക്കത്തുള്ളൂ. ഞാനിത് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഹൃദയത്തിൽ വെച്ചൊരു കാര്യമാണ്, പിശാചിന് ഇടം കൊടുക്കരുത് എന്ന വചനം. അപ്പോൾ ഇപ്പോൾ ലിജോ അത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. പിശാചിന് ഇടം കൊടുക്കരുത് എന്ന വചനമുള്ളപ്പോൾ അതിൻ്റെ മറുഭാഗം എന്താ? ദൈവത്തിന് ഇടം കൊടുക്കണം. അങ്ങനെ ഒരു വാക്യമുണ്ടോ? ഇല്ല. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, പിശാചിനിടം കൊടുക്കരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ മറുഭാഗം നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന് അവസരം കൊടുക്കണം, ദൈവത്തിന് ഇടം കൊടുക്കണം. കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഞാൻ എല്ലാവരോടും പറയുക, പിശാചിന് ഇടം കൊടുക്കാതിരുന്നാൽ മാത്രം പോരാ, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് തൊടാൻ, ഒന്ന് നിൽക്കാൻ, ഒന്ന് പ്രവർത്തിക്കാൻ അവസരം കൊടുത്താൽ നമ്മുടെ എല്ലാ ചർച്ചകളിലും അസാധാരണ ദൈവപ്രവൃത്തി ഉണ്ടാകും. ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിനൊരു ചാൻസ് കൊടുക്കുക. കുഞ്ഞാനിൻ്റെ ജീവിതത്തിൽ ദൈവത്തിനൊരു ചാൻസ് കൊടുക്കുക. പരിശുദ്ധാത്മാവ് ഇറങ്ങി ഒന്ന് പ്രവർത്തിക്കാൻ. പിശാചിന് ഒത്തിരി നമ്മൾ ചാൻസ് കൊടുത്തല്ലേ? എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നിങ്ങൾ പിശാചിന് എത്ര ചാൻസ് കൊടുക്കുന്നു? നിങ്ങളുടെ ഒരു മൂത്ത ചേട്ടൻ എന്ന നിലയിൽ ഞാൻ പറയുക, ഒരു ചാൻസ് കർത്താവിന് കൊടുക്കുക, ഒരു ചാൻസ് പരിശുദ്ധാത്മാവിന് കൊടുക്കുക. ഇന്ന് ഈ വൈകിട്ടത്തെ സെഷൻ ഞാൻ പ്ലാൻ ചെയ്യുമ്പോഴേ ദൈവാത്മാവിനോട് പറഞ്ഞു, ഇത് പറയണമെന്ന് പറഞ്ഞു. പിശാചിനിടം കൊടുക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നു. പിശാചിനിടം കൊടുക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അനേക ദൈവമക്കൾ ചെയ്യുന്നു. ദൈവത്തിന് ഒരു അവസരം കൊടുക്കാൻ പറ്റത്തില്ലേ? കർത്താവേ സ്തോത്രം. കർത്താവ് ചോദിക്കുക, പലപ്പോഴും എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്, യേശു നിന്ന് കെഞ്ചുകയാണ്. അങ്ങനെ യേശു കെഞ്ചുവോ നമ്മളോട്? മോനെ ഒരവസരം താടാ. യേശുവിൻ്റെ ദൗർലഭ്യമാണോ യേശു നിന്ന് കെഞ്ചുന്നത്? എടാ, ഒരു ചാൻസ് എനിക്ക് താടാ എന്ന് കെഞ്ചുന്ന ഒരു യേശുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടെന്നറിയാമോ? മറ്റാരെക്കാട്ടിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പനേക്കാൾ, അമ്മയേക്കാൾ, നിങ്ങൾ ലോകത്തിൽ ആരെയൊക്കെ സ്നേഹിച്ചോ അവരെക്കാളൊക്കെ അധികമായിട്ട് യേശു നിങ്ങളെ സ്നേഹിച്ചിട്ട് പറയുകയാണ്, ചൈൽഡ്, ഗിവ് മീ വൺ ചാൻസ്.
ഒരവസരം എനിക്ക് താ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അസാധാരണ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ അനുഭവിക്കുക. ആ വാക്കുകൾ പറയുമ്പോൾ തന്നെ എനിക്ക് ആത്മാവിൽ സ്വർഗത്തിൻ്റെ ബേർഡൻ ഞാൻ അനുഭവിക്കുന്നു. സി, വെൻ യു ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെട്ടാലുള്ള ഗുണം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവാകുന്ന ദൈവം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഫീലിംഗ് നിങ്ങൾ അനുഭവിക്കും. നമ്മൾക്ക് ഇവിടുന്ന് പരിശുദ്ധാത്മാവ് കിട്ടിയാൽ ഞാൻ അന്യഭാഷ പറയും, പ്രവചിക്കും, അതൊക്കെ വേറെ കാര്യം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ ദൈവത്തിൻ്റെ ഹൃദയ നൊമ്പരം അനുഭവിച്ചറിയും. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ ഐ ഫീൽ അന്ധകാരങ്ങളോട്, ഇരുട്ടിൻ്റെ പോരുകളോട് സ്വർഗത്തിനും ഭൂമിക്ക് അധികാരമുള്ള നസ്രനാകുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഈ വചനങ്ങൾ ചെല്ലുന്ന എല്ലാ മേഖലകളിലും കുഞ്ഞുങ്ങളുടെ മേൽ അവരുടെ ഹൃദയങ്ങൾ തുറന്നു വരട്ടെ. ആത്മാവിൽ കൃപ ഷകാല ലാംഷൽ ഒരു അസാധാരണ ദൈവശക്തി ഇന്ന് ഈ ലൈവിൽ തന്നെ, ഈ മീറ്റിങ്ങിൽ തന്നെ ചില കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങി വരിക. ഒരു അസാധാരണ, ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഞങ്ങൾ അപ്പർ റൂമിൽ കണ്ടത് നിർത്താൻ പറ്റാത്ത മീറ്റിംഗ് പോലെ, ആ മുറി വിട്ടുപോകാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതുപോലെ, ആ മുറി തീ പിടിച്ചതുപോലെ, ചൂട് പിടിച്ചതുപോലുള്ള അനുഭവം. കുഞ്ഞുങ്ങൾ പറഞ്ഞത് നമ്മുടെ യൂത്ത് ലീഡേഴ്സ് തന്നെ അവരെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ദേഹത്തൊക്കെ തീ അനുഭവിച്ചു, ഹല്ലേലൂയ, ചൂട് അനുഭവിച്ചു. നമ്മുടെ ലീഡേഴ്സ് വലിയ പാസ്റ്റേഴ്സ് ഒന്നുമില്ല കേട്ടോ, ഇൻവൈറ്റഡ് ഗസ്റ്റ് അല്ല, എവിടുന്നെങ്കിലും വന്ന വലിയ കൃപാവര പ്രാപ്തരല്ല. നമ്മുടെ ചർച്ചിൻ്റെ യൂത്ത് ലീഡേഴ്സ് അവരുടെ അനുജന്മാരുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ വന്ന് സൺഡേ സാക്ഷി പറയും. അവരും പലരും ഹിന്ദിക്കാരാണ്, ഇന്ന് നമുക്ക് വന്നിട്ടില്ല. അവർ പറയുക, ആ ദീദി ഞങ്ങളുടെ ദേഹത്ത് കൈവച്ചപ്പോൾ, ആ ചേച്ചി ഞങ്ങളുടെ ദേഹത്ത് കൈവച്ചപ്പോൾ ഞങ്ങളുടെ ശരീരത്തിലേക്ക് തീ ഇറങ്ങുന്നത് ഞങ്ങൾ അനുഭവിച്ചു. മൈ ഗോഡ്, ഇറ്റ്സ് ഓസം. ഹമാൽ കല ലാംഷൽ കമന. ഹല്ലേലൂയ. വലിയ പേരുള്ളവരൊന്നും വേണ്ട, സമർപ്പണമുള്ള ഒരു തലമുറ എഴുന്നേറ്റാൽ നിങ്ങൾ തൊടുന്നെടുത്ത് ആത്മാവിൻ്റെ അഗ്നി ഇറങ്ങും. സമർപ്പണമാണ് ഇമ്പോർട്ടൻ്റ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി പ്രാർത്ഥിക്കുന്നു, യുവായിലെ ഓരോ അംഗങ്ങളെ നോക്കി പ്രാർത്ഥിക്കുന്നു, ആസാദിയിലൂടെ കാണുന്ന ഓരോ യൗവനക്കാരെ നോക്കി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ യേശുവിന് ഒരവസരം കൊടുക്കുക. ഗിവ് 1 ചാൻസ് ടു ജീസസ്. യേശു നിന്ന് കെഞ്ചുക. ഹല്ലേലൂയ. ഞാൻ ആ പദം ഉപയോഗിച്ചത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കാം, പക്ഷേ ആത്മാവിൽ ഞാൻ ആ ബേർഡൻ അനുഭവിക്കുന്നു. ക്രിസ്തുവേശുവിൻ്റെ മനസ്സ് എന്തെന്ന് പരിശുദ്ധാത്മാവിൽ അത് ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. പണ്ടെങ്ങോ ഞാനൊരു യൂത്ത് ക്യാമ്പിൽ കേട്ട പാട്ടാണ്. ആ പാട്ടൊക്കെ ആർക്കെങ്കിലും അറിയാവുന്നിടത്തില്ല. ലിജോ നന്നായിട്ട് പാടും. ലിജോയ്ക്ക് അറിയാമോ? ലോകരക്ഷകനാമ യേശുനായകൻ കാൽവറി മാമലയിൽ നിന്നും ആണിപ്പാടുള്ള തൻ കരം നീട്ടി എന്നെ വിളിച്ചിടുന്നു. പാട്ടറിയാമോ ലിജോ? ആ പാട്ട് ലോകരക്ഷകനാം യേശുനായകൻ. മറന്നുപോയി, ഞാൻ ട്യൂണ് മറന്നുപോയി. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒന്ന്. ഹല്ലേലൂയ. കാൽവറി മാമലയിൽ നിന്നും ആണിപ്പാടുള്ള കരം നീട്ടി എന്നെ വിളിച്ചിടുന്നു. ഞാൻ ആ രംഗം എൻ്റെ മനസ്സിൽ കാണുകയാണ്. പണ്ടെന്നോ ഞാൻ കേരള പെൻറ്റിക്കോസ്റ്റൽ യൂത്ത് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഇന്ന് അതുകൊണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. യുണൈറ്റഡ് പെൻറ്റിക്കോസ്റ്റൽ ഫെലോഷിപ്പായിരുന്നു. അതിൻ്റെ ഒരു ക്യാമ്പിന് എൻ്റെ ചെറുപ്പത്തിൽ കേട്ട ഒരു പാട്ട് പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നു. ലോകരക്ഷകനാകുന്ന യേശുനായകൻ കുഞ്ഞാൻ നിൻ്റെ നേരെ കരം നീട്ടിയിട്ട് നിന്നെ വിളിക്കുക, എന്നിട്ട് പറയുക, യേശു കെഞ്ചുക, മോനെ ഒരു ചാൻസ് ഇതാ. നീ എത്ര ചാൻസ് പിശാചിന് കൊടുത്തു? പിശാചിന് നിൻ്റെ ജീവിതം തകിടം മറിക്കുവാൻ, അല്ലേ? പിശാചിന് നിൻ്റെ ജീവിതത്തെ, ഹല്ലേലൂയ. പലപ്പോഴും പല കുഞ്ഞുങ്ങളുടെയും ജീവിതാവസ്ഥ എന്താണെന്നറിയാം. നമ്മൾ നോർത്ത് ഇന്ത്യ പറയും കരിമ്പിൻ ചണ്ടി പോലെ. കരിമ്പിൻ ചണ്ടി കണ്ടിട്ടില്ലേ? ആ കരിമ്പിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ട് അത് വേസ്റ്റാക്കി എറിഞ്ഞ് കളഞ്ഞതുപോലെ പിശാച് മുഴുവൻ എനർജിയും മുഴുവൻ നന്മകളും മുഴുവൻ ബ്ലെസ്സിങ്സും ജീവിതത്തിൽ പൊന്നുപോലെ സൂക്ഷിക്കേണ്ട ഒത്തിരി സൗഭാഗ്യങ്ങളെ ഒക്കെ ചൂഷണം ചെയ്ത്, ഹിന്ദി പറയും ചൂസ്കെ നികാല എന്ന് പറയും, മുഴുവൻ പിഴിഞ്ഞെടുത്തിട്ട് എറിഞ്ഞ് കളഞ്ഞ കരിമ്പിൻ ചണ്ടി പോലെ. അത് നോർത്ത് ഇന്ത്യയിലെ ഉദാഹരണം. കേരളക്കാരോട് പറയുമ്പോൾ അതിലും നല്ലൊരു ഉദാഹരണം പറയാം. വാവല് പറങ്ങാണ്ടിയുടെ പഴമൊക്കെ ചപ്പിയിട്ടിട്ട് പോയിട്ടുള്ളത് കണ്ടിട്ടുണ്ട് നിങ്ങൾ? വാവല് ചപ്പിയതുപോലെ ചില കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ പിശാച് മുഴുവൻ ഇല്ലായ്മ ചെയ്ത് അവൻ്റെ അകത്തുള്ള എല്ലാ ബ്ലെസ്സിങ്ങിനെ എടുത്തു കളഞ്ഞിട്ട് ചപ്പി നാശമാക്കി എറിഞ്ഞു കളഞ്ഞ തകർന്ന പാത്രങ്ങളെപ്പോലെ കിടക്കുന്ന ചില കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് യേശു പറയുക, ഒരു ചാൻസ് എനിക്ക് തരാൻ. ക്യാൻ യു ഗീവ് 1 ചാൻസ് ടു ജീസസ്? പിശാചിന് ഒത്തിരി ചാൻസ് കൊടുത്തില്ലേ? കുഞ്ഞെ ഒരു ചാൻസ് യേശുവിന് കൊടുക്കുക.
പിശാചിനിടം കൊടുക്കരുത്. പിന്നെ ആർക്കിടം കൊടുക്കണം? യേശുവിനിടം കൊടുക്കണം. യേശുവിന് ഒരവസരം കൊടുക്കണം. യേശുവിനൊരവസരം കൊടുക്കണം. ലിജോയും സാമിയും ഏഞ്ചലും ഒക്കെ ആയിട്ടൊരു ചെറിയ തർക്കമുണ്ടായി. ആ തർക്കം വലിയ തർക്കമൊന്നുമല്ല, അവർ പിണങ്ങിയൊന്നും ഇരിക്കത്തില്ല. പക്ഷേ അന്നത്തെ മീറ്റിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും. അന്ന് ഇറങ്ങേണ്ട പരിശുദ്ധാത്മ സാന്നിധ്യം ഇറങ്ങത്തില്ല. കാരണം അൺഡിവൈഡഡ് ഹാർട്ട് ഉള്ളിടത്തെ ന്യൂ സ്പിരിറ്റ് വ്യാപരിക്കത്തുള്ളെന്ന് കൃത്യമായിട്ട് എസെക്കിയേലിൻ്റെ പുസ്തകം അല്ലേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11-ാം അധ്യായമാണെന്ന് തോന്നുന്നു. വേർ ദെയർ ഈസ് അൺഡിവൈഡഡ് ഹാർട്ട് ഐ വിൽ ഗീവ് ദം അൻ അൺഡിവൈഡഡ് ഹാർട്ട്. ഞാൻ അവർക്ക് ഒരുമയുള്ള ഒരു ഹൃദയം കൊടുക്കും. ഒരുമയുള്ള ഹൃദയം കൊടുത്താൽ അടുത്ത വാചകം പറഞ്ഞു, ഐ വിൽ ഗീവ് ദം എ ന്യൂ സ്പിരിറ്റ്. വേർ ദെയർ ഈസ് അൻ അൺഡിവൈഡഡ് ഹാർട്ട് God will pour out his new spirit there. ഒരുമയുള്ള ഹൃദയം എവിടെയുണ്ടോ അവിടെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ഒരു നിലവാരത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതുക്കമുള്ള ഒരു ചലനം, ഒരു റിവൈവൽ ഉണ്ടാകും. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ട് അടുത്ത വാചകത്തിൽ പറയുന്നത്, അത് അഹരോന്റെ തലയിൽ വീണൊഴുകുന്ന അഭിഷേകം പോലെയാണ്. ഞാൻ പഠിച്ചത്, എവിടെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നുവോ അവിടെ അസാധാരണമായി ഒരു അഭിഷേകം ഒഴുകും. തലയിൽ വീണിട്ട് വസ്ത്രത്തിൻ്റെ വിളുമ്പ് വരെ എത്തുന്ന ഒരു കവിഞ്ഞൊഴുക്ക് അവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സഭകളിൽ ഒരുമയുണ്ടാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ, വലിയ കാര്യമൊന്നുമില്ല കേട്ടോ, വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ യൂത്ത് കുഞ്ഞുങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാ വ്യാഴാഴ്ചയും അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കും. ഞാൻ മുമ്പേ പറഞ്ഞില്ല, അവർ ചെയ്യുന്ന ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾക്കത് ഏറ്റെടുക്കാം. ഒന്ന്, അടുത്ത ജനറേഷനെ അവർ പഠിപ്പിക്കുന്നു. ഞാൻ നിതിനെ പരിചയപ്പെടുത്തി. നിതിൻ ഫോട്ടോഷോപ്പ് പഠിപ്പിക്കുന്നു. ഫോട്ടോഷോപ്പ് മാത്രമല്ല, നമ്മുടെ ചർച്ചിൻ്റെ മറ്റൊരു രീതി ഞാൻ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ സൺഡേയിലും വർഷിപ്പ് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ വീട്ടിലോ എവിടെയെങ്കിലും ഗ്യാദർ ചെയ്യും. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 4 മണിയാകുമ്പോൾ, എല്ലാ സൺഡേയിലും 4 മണിയാകുമ്പോൾ അവർ 1 അവർ അല്ലേ, 1 അവർ ഇൻസ്ട്രുമെൻ്റ് ട്രെയിനിങ് ആണ്. അതായത് കീബോർഡ് വായിക്കാൻ അറിയാവുന്ന ചേട്ടന്മാർ കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, കീബോർഡ് വായിക്കാൻ പഠിപ്പിക്കുന്നു. ഗിറ്റാർ അടിക്കാൻ അറിയാവുന്നവർ ഒരാൾ എനിക്കൊന്നൊരു 3-4 പേരെ പഠിപ്പിക്കും അല്ലേ. എനിക്കൊന്ന് ഡാനി എത്ര പേരെ പഠിപ്പിക്കുന്നുണ്ട് ഗിറ്റാർ? ഡാനി 4 പേരെ പഠിപ്പിക്കുന്നു. ഡോണയൊക്കെ സ്റ്റുഡൻ്റാണ് കേട്ടോ, ഡോണയൊക്കെ കീബോർഡ് സ്റ്റുഡൻറ്റാണ്. നിങ്ങൾക്ക് എത്ര കീബോർഡ് സ്റ്റുഡൻസ് ഉണ്ട്? 6 പേരെ കീബോർഡ് പഠിപ്പിക്കുന്നു, 4 പേരെ ഗിറ്റാർ പഠിപ്പിക്കുന്നു. കിൻസാണ് ഡ്രംസ് പഠിപ്പിക്കുന്നത്. കിൻസിൻ്റെ കീഴിൽ എത്ര പേര് ഡ്രംസ് ട്രെയിനിങ് എടുക്കുന്നത്? 5-6 പേര് കിൻസിൻ്റെ കീഴിൽ ഡ്രംസ് ട്രെയിനിങ് എടുക്കുന്നു. അപ്പം ഞാൻ പിന്നെയും ചോദിക്കാം, നിങ്ങളുടെ പണി പോകത്തില്ലേ? പല ചർച്ചിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ വേറെ ഒരാളെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി പോകുന്നുള്ളത്. അങ്ങനല്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യത്തിന് 100 കണക്കിന് ആളുകളുണ്ടാകണം. ഞാനിത് എന്തിനാ ഈ ആസാദി ചാനലിലൂടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളെല്ലാ ചർച്ചിലും ഇത് തുടങ്ങണം. നിങ്ങൾ കീബോർഡ് വായിക്കുന്നവർ അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതുകൊണ്ട് ഉള്ള ഗുണം എന്താണെന്നറിയാം, നമ്മുടെ ചർച്ചിൽ ഒരാൾ കീബോർഡ് വായിക്കുന്ന ആളിന് അത്യാവശ്യമായിട്ടും ഒരു ജോലി കിട്ടി ഒന്ന് മാറിപ്പോകേണ്ട വന്നാൽ അവിടെ ഒരു ഗ്യാപ്പ് വരത്തില്ല. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത്, ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എക്സാംസ് ഉണ്ട് അല്ലേ, ടെസ്റ്റുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞ് അവർക്ക് പിന്നെ നമ്മുടെ സ്വാമി ഗിഫ്റ്റിൻ്റെ ആശാനാണ്. സ്വാമി എന്ത് ചെയ്താലും ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ടെസ്റ്റ് ഇട്ടിട്ട് നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞാൽ സ്വാമി ഗിഫ്റ്റ് കൊടുക്കും. സ്വാമി എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് യൂത്തിൻ്റെ ലീഡേഴ്സ് അവർ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ സ്വാമിയെ എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഗിഫ്റ്റ് കൊടുക്കുക മാത്രമല്ല, മറ്റൊരു കാര്യം വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം, ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു മെത്തേഡ്, ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ വായിക്കുന്ന സീനിയേഴ്സിൻ്റെ കൂടെ ചർച്ചിൽ വായിക്കാൻ അവസരം കൊടുക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാം, അവരുടെ കോൺഫിഡൻസ് ലെവൽ വളരും. അവരാദ്യമായിട്ട് ഒറ്റയ്ക്ക് വായിക്കാനല്ല കയറുന്നത്, ചർച്ചിൻ്റെ ടീമിൻ്റെ കൂടെ അവരെ വായിക്കാൻ കയറ്റും. അപ്പോൾ വായിക്കാൻ കയറ്റുമ്പോൾ എല്ലാ ദിവസവും ഒരാൾക്കായിരിക്കത്തില്ല ചാൻസ്, ഓരോരുത്തർക്കും മാറി മാറി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഡോണ മീഡിയ ടീമിൻ്റെ അകത്ത് ഫോട്ടോഷോപ്പും മീഡിയയും ഒക്കെ പഠിക്കുന്നുണ്ട്. ഡോണ കീബോർഡ് പഠിക്കുന്നുണ്ട്. ഡോണ വർഷിപ്പ് ടീമിൽ പാട്ട് പാടാനും നിൽക്കുന്നുണ്ട്. ചില ദിവസം ഡോണയെ സ്റ്റേജിൽ കാണത്തില്ല. അപ്പോൾ ആളുകൾക്കും ഡോണ എവിടെ പോയെന്ന് ഓർക്കും. വളരെ സിമ്പിൾ, ഡോണയ്ക്ക് അന്ന് കൊടുത്തിരിക്കുന്ന അസൈൻമെൻറ്റ് മീഡിയയുടെ കാര്യം നോക്കാനാണ്, ലാപ്ടോപ്പിൻ്റെ പുറകിലിരിക്കാനാണ്. ഡോണ അന്നവിടെ കാണും. മറ്റൊരു ദിവസം ഡോണയ്ക്ക് കീബോർഡ് വായിക്കാനായിരിക്കും. അങ്ങനെ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും അവരുടെ അസൈൻമെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. അതെല്ലാം അസൈൻ ചെയ്തിരിക്കുന്നു. അസൈൻ ചെയ്യുന്നവർ മാത്രമാണ് ആ ദിവസം ഓരോ ഡ്യൂട്ടീസ് ചെയ്യുന്നത്.
എല്ലാ ചർച്ചുകൾക്കും ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും അവസരം കിട്ടും. നമ്മുടെയൊക്കെ ചർച്ചയിൽ എത്രയോ കുഞ്ഞുങ്ങളുണ്ട് അല്ലേ, വലിയ ചർച്ച ആകുമ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അതിനകത്ത് ഒരു കുഞ്ഞു പോലും അവസരമില്ലാതിരിക്കരുത്. എന്തെങ്കിലും ഒരു ചെറിയ ടാലൻ്റുള്ള കുഞ്ഞിനെയാണെങ്കിലും നമ്മൾ ഉന്തി തള്ളിക്കൊണ്ടുപോയി അവനൊരു ചാൻസ് കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. അവർ വളരട്ടെ, ദൈവരാജ്യത്തിന് അവർ അനുഗ്രഹമാകട്ടെ. ഇന്ന് ഇവിടെ അല്ലെങ്കിൽ ഈ വചനമൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ ആത്മാവിലൊരു കാര്യം സെൻസ് ചെയ്യുക. ഏഞ്ചലെ, ലിജോ, ബാക്കി നമ്മുടെ യുവായിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടും പറയും, ഞാൻ ആത്മാവിലൊരു കാര്യം സെൻസ് ചെയ്യുക. പിശാചിന് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഞാനീ പറയുമ്പോൾ ഞാൻ ഈ ആത്മമണ്ഡലത്തിൽ ഞാൻ സെൻസ് ചെയ്യുക, പിശാച് ഭയങ്കര കോപത്തോടുകൂടെ ഈ വാക്കുകൾക്കെതിരെ അവൻ നിൽക്കുന്നത് ഞാൻ ആത്മമണ്ഡലത്തിൽ കാണുകയാണ്. കാരണം ഇത് ചില ചർച്ചകളിൽ ഡെലിവറൻസ് ഉണ്ടാക്കാൻ പോകുക, ഇത് ചില കുഞ്ഞുങ്ങളിൽ ഡെലിവറൻസ് ഉണ്ടാക്കാൻ പോകുക, ചില യൂത്ത് ടീമുകളിൽ ഡെലിവറൻസ് ഉണ്ടാക്കാൻ പോകുക. എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചിൽ ഇപ്പോൾ നമ്മൾ 3 ലെയർ കുഞ്ഞുങ്ങളെ നിങ്ങൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഏറ്റവും സീനിയേഴ്സ്, അതിൻ്റെ താഴെ ഒരു ഗ്രൂപ്പ്, അതിൻ്റെ താഴെ ഏറ്റവും കൊച്ചു കുഞ്ഞുങ്ങൾ. അതായത് ആയുഷിനൊക്കെ എത്ര വയസ്സുണ്ട്? 7 വയസ്സ്. ഏറ്റവും യങ്ങായിട്ടുള്ളത് ആയുഷൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ? ഷാമുവിൽ വരാൻ തുടങ്ങിയോ? ജേഡൻ ഷാമുവിലൊക്കെ വരാൻ തുടങ്ങിയോ? ഇല്ല, ജേഡൻ ഉണ്ട്. ഉണ്ട്. ഖുഷ് ഉണ്ട്, സിയ ഉണ്ട്. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ 3ലും 4ലും 5ലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഏറ്റവും താഴത്തെ ലെയർ. അതിൻ്റെ മേളിലുള്ളൊരു ലെയർ, അതിൻ്റെ മേളിൽ സീനിയേഴ്സ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 3 തലമുറയെ നിങ്ങൾ ട്രെയിൻ ചെയ്യുക. ഇപ്പോൾ ഇത്രയും എക്സ്പേർട്ടായിട്ടുള്ള പ്രൊഫഷണലായിട്ട് വായിക്കുന്ന നമ്മുടെ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ ട്രെയിനിങ് അവർക്ക് കിട്ടുമ്പോൾ വേറെ ഒരിടത്തും അത് കിട്ടത്തില്ല. വേറെ എവിടെ പഠിക്കാൻ പോയാലും അത്ര ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യത്തില്ല, പഠിപ്പിക്കത്തില്ല. വർഷങ്ങളെടുത്ത് പഠിക്കുന്നതാണ് കുഞ്ഞുങ്ങൾ മാസങ്ങൾ കൊണ്ട് പഠിക്കുന്നത്, അവരെ ചർച്ചിൽ വായിക്കുവാൻ തക്കോണം അത് എക്യുപ്പൈ ചെയ്യുന്നത്. ഇത് എല്ലാ ചർച്ചകൾക്കും അപ്ലൈ ചെയ്യാൻ കേട്ടോ. അടുത്ത ജനറേഷനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് ഫോട്ടോഷോപ്പ് എങ്കിൽ ഫോട്ടോഷോപ്പ്, മീഡിയയുടെ കാര്യമെങ്കിൽ മീഡിയയുടെ കാര്യം. ഒരു ആൾ ഒരു സൺഡേ വരാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഒരു 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 അപാകത അല്ലെങ്കിൽ അവിടെ ഒരു ഒഴിവ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ യൂത്ത് ടീം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ അവർ ചെയ്യുന്ന കാര്യമാണ് എല്ലാ വ്യാഴാഴ്ചയും യൂത്തിൻ്റെ ഒരു ശക്തമായ പ്രെയർ മീറ്റിംഗ് ഉണ്ട്. എനിക്ക് സമയം കിട്ടാറില്ല, അതിന് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് വന്നിട്ട് പ്രശ്നമുണ്ടാക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. നിങ്ങൾ നന്നായിട്ടത് ചെയ്യുന്നു. ഞാൻ എപ്പോഴാണ് ഇൻവോൾവ് ചെയ്യേണ്ടി വരുന്നത്? എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉള്ളപ്പോഴാണ്. ആസ് ലോങ് ആസ് എല്ലാം നന്നായിട്ട് പോകുന്നെങ്കിൽ പിന്നെ ഇടയ്ക്ക് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അത് അങ്ങനെ തന്നെ നന്നായിട്ട് പോകുവാൻ ഇടയായിത്തീരട്ടെ. എൻ്റെ കൂടെ ഡോണ ഇരിപ്പുണ്ട്. ഡോണയ്ക്ക് കുറേ എക്സ്പീരിയൻസ് ഒക്കെ പറയാനുണ്ട്. ഡോണയുടെ കൊടുക്കുക ഞാൻ. ഡോണ, she is getting ready for sharing her experience. Praise the Lord. I'm not at all prepared though, but എനിക്ക് എന്താണ് ഓർമ്മ വരുന്നത് എളുപ്പം അതെല്ലാം ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് ഡേ മുതൽ തന്നെ തുടങ്ങാം. ഫസ്റ്റ് ഡേ വിച്ച് വാസ് തേഴ്സ്ഡേ. ആ ദിവസം ഞാൻ ഈ കോളേജിൻ്റെ അടുത്തുള്ള വീട്ടിലായിരുന്നു. അപ്പോൾ എനിക്ക് ഓൺലൈനിലായിരുന്നു ഞാൻ ചേരേണ്ടി വന്നത്. ഐ വാസ് പാർഷ്യലി ഫാസ്റ്റിംഗ് ദാറ്റ് ഡേ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം സ്കിപ്പ് ചെയ്ത് ഐ വാസ് ഹാവിങ് ഓൺലി ലഞ്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ഓൺലൈൻ മീറ്റിങ്ങിലിരുന്നു. നല്ല ദൈവസാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ സൈഡിലൊരു നോട്ട്ബുക്ക് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചുമ്മാ തോന്നിക്കുക നോട്ട്ബുക്ക് ഒന്ന് ചുമ്മാ തുറക്കാമെന്ന് ഓർത്തു. ആ നോട്ട്ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് ഒരു കവറിൽ മാത്രം പിടിച്ച് തുറന്ന പേജ് അതിനകത്ത് എഴുതിയിരുന്ന ഒരു കാര്യമായിരുന്നു ഓപ്പറേറ്റ് യുവർ ഗിഫ്റ്റ്സ്. അതോടെ എനിക്കൊരു ക്ലിയർ ആയിക്ക്, ഇത് കർത്താവ് ഹീസ് സ്പീക്കിംഗ് ടു us ടു ഓപ്പറേറ്റ് our ഗിഫ്റ്റ്സ്. ഇറ്റ് ഈസ് ഗൈഡഡ് ബൈ ദി ഹോളി സ്പിരിറ്റ്. അതെനിക്ക് അങ്ങനെ മനസ്സിലായി. ആൻഡ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഐ വാസ് ദെയർ പ്രസൻറ്റ് ഓഫ്ലൈൻ ഇൻ ദ മീറ്റിംഗ്. അപ്പോൾ സെക്കൻഡ് ഡേയിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാനൊരു വിഷൻ കണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ടാങ്ക് പോലെ, ടാങ്കാണ്, ഒരു കണ്ടെയ്നറാണ്. അതിൻ്റെ അകത്ത് സ്റ്റാഗ്നൻറ്റ് വാട്ടർ, സ്പെസിഫിക്കലി സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്ന് എനിക്ക് മനസ്സിലായി. ഇറ്റ് വാസ് ഡേർട്ടി വാട്ടർ. പക്ഷേ അവിടെ ഒരു ടാപ്പ് ഉണ്ടായിരുന്നു. ആ ടാപ്പ് തുറന്നു വിട്ടേക്കുക, പുതിയ വെള്ളം അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ സ്റ്റാഗ്നൻറ്റ് വാട്ടർ കിടക്കുന്നുണ്ട്. ദർ ഇസ് നോ പോയിൻ്റ് ഇൻ ഇറ്റ്. ഓൾറെഡി ആ സ്റ്റാഗ്നൻറ്റ് വാട്ടർ ഉള്ളതുകൊണ്ട് ആ പുതിയ വെള്ളം വീണാലും ആ കണ്ടെയ്നറിനകത്ത് ഇറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് ഓൾറെഡി. സോ അതിനകത്ത് കൂടെ എനിക്ക് എന്ന് പറഞ്ഞാൽ ആ കണ്ടെയ്നറിലെ വെള്ളം സ്റ്റാഗ്നൻ്റ്, ഒഴുക്കില്ലാത്ത വെള്ളമായതുകൊണ്ട് അത്
വൃത്തികേടായി കിടക്കുന്ന വെള്ളമാണ്. അതിനകത്തോട്ടാണ് ഒരു ടാപ്പിൽ നിന്ന് പുതിയ വെള്ളം വീഴുന്നത്. അപ്പം പുതിയ വെള്ളം എത്ര വീണാലും ഈ കണ്ടെയ്നറിലെ വെള്ളം മോശമായിട്ട് ആയതുകൊണ്ട് അതിനകത്ത് വെള്ളം വീണിട്ട് കാര്യമില്ലല്ലോ. എത്ര നല്ല വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്താലും എന്താ, അത് പിന്നെ മോശമാകുകയാണ്. സോ അതാണ് ഞാൻ കണ്ട ഒരു വിഷൻ. അതിനകത്തുകൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമായിരുന്നു കി ലൈക്ക് വി ഷുഡ് എംപ്റ്റി അവർ ഹാർട്ട്സ് ഫസ്റ്റ്. ഇറ്റ് വാസ് പേഴ്സണലി ഫോർ മീ ആൻഡ് ഫോർ ഐ ബിലീവ് ഇറ്റ് വാസ് ഫോർ എവറി വൺ ഹു വാസ് പ്രസൻറ്റ് ഓവർ ദർ ആസ് വെൽ. അതിനകത്തുകൂടെ മനസ്സിലായ കാര്യമാണ് വി ഷുഡ് എംപ്റ്റി യുവർ ഹാർട്ട്സ്. എന്നാലേ ആ പുതിയതായിട്ട് കിട്ടുന്ന അത് നമുക്ക് പ്രാപിച്ചു ഇറ്റ് വുഡ് ബി ക്ലീൻ. പണ്ടത്തെ അതിനകത്ത് നമുക്കത് പ്രാപിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായ കാര്യം. സെക്കൻഡ് വിഷൻ ഐ സോ വാസ് ഒരു ചെറിയൊരു പ്ലാന്റ്. അതിൻ്റെ റൂട്ട്സ് ചെറുതാണ്. അപ്പോൾ അത് പ്ലേസ് ചെയ്തപ്പോൾ അത് എളുപ്പം നമുക്ക് പ്ലക്ക് ഔട്ട് ചെയ്യാവുന്നൊരു പ്ലക്ക് ഔട്ട് ചെയ്ത് കളയാം, ബിക്കോസ് അതിൻ്റെ റൂട്ട് കയറി പിടിച്ചിട്ടില്ല. പക്ഷേ സെക്കൻഡ് ഒരു നല്ലൊരു വൃക്ഷം എങ്ങനെ ആയിരിക്കുമോ ഇരിക്കുന്നത്, അതിൻ്റെ റൂട്ട് ഇറ്റ് ഈസ് ഡീപ്പ് വിത്തിൻ. ആ റൂട്ട് ആ സോയിലിൻ്റെ അകത്ത് കയറിയിട്ട് ഇറ്റ് വിൽ ഗോ വെർ എവർ ദ വാട്ടർ ഇസ്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇറ്റ് വാസ് അഗൈൻ സംതിങ് ഗോഡ് സ്പോക്ക് ടു മീ ത്രൂ ദ വിഷൻ. ഇൻ ദ നെക്സ്റ്റ് ഡേ അതിനകത്തുകൂടെ തന്നെ കർത്താവ് സംസാരിച്ചു. ന്യൂ വൈൻ സ്കിൻ, ദാറ്റ് വാസ് ഓൾസോ നിതിൻ അജിച്ചൻ അത് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഈവൻ റിങ്കി ചേച്ചി അത് മെൻഷൻ ചെയ്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ it was about new wine skin. You can't pour a new wine into an old wine skin. അതായിരുന്നു what I learned. And every single message, എല്ലാ മെസ്സേജും ഓരോരുത്തർ വന്ന് ഷെയർ ചെയ്യുന്ന ഓരോ മെസ്സേജും ഇറ്റ് വാസ് റിയലി നമ്മളെന്താ പറയുക, നമ്മൾ വലിയ ഒരു ഡെലിവറൻസ് അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇറ്റ് വാസ് നമ്മളുടെ സ്പിരിറ്റിനെ നറിഷ് ചെയ്യുന്ന ഓരോ മെസ്സേജസ് ആയിരുന്നു. നമുക്ക് ആ സമയത്ത് വേണ്ട മെസ്സേജസ് ആയിരുന്നു ഓരോ വ്യക്തികളും വന്ന് ഷെയർ ചെയ്തത് തന്നെ. പിന്നെ ഞാൻ ഓർക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ സാറ്റർഡേ ഫുൾ ഡേ നമ്മൾ ഇരിക്കണം. ഫുൾ ഡേ ഫാസ്റ്റിംഗ് ഞാൻ ഫസ്റ്റ് ടൈമാണ് എടുത്തത്. ഞാൻ ഒരിക്കലും 3-4 മണിയുടെ കഴിഞ്ഞിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു എന്തെങ്കിലും സംഭവിച്ചാലോ അങ്ങനെ എന്തെങ്കിലും. ഞാൻ പേടി കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമായിരുന്നു ഞാൻ ഫാസ്റ്റിംഗ് എടുത്തത് ഫുൾ ഡേ. അപ്പോൾ രാവിലെ 11 o'clock സ്റ്റാർട്ടായി. 11 o'clock വന്നു, ദൈവസാന്നിധ്യം അനുഭവിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് വീട്ടിലൊന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് തിരിച്ചു വന്നു. ആൻഡ് നമ്മൾ ഫുൾ ടൈം അവിടെ തന്നെ ആയിരുന്നു. അവിടെ കർത്താവിൻ്റെ ഒരു പ്രസൻസ് അനുഭവിച്ചു. ഞാൻ 1 hour വേണ്ടി പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയി. എനിക്ക് ചെറുതായിട്ടൊരു വീക്ക്നെസ് തോന്നിയോണ്ട് മാത്രം വീട്ടിലോട്ട് പോയി ഞാൻ ബെഡിൽ കിടക്കുക. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഫുൾ ബെഡ് കുലുങ്ങുന്നതായിട്ട് എന്തോ വൈബ്രേറ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നുമായിരുന്നു. ഞാൻ എൻ്റെ കൈ ഇങ്ങനെ പൊക്കി നോക്കി, ഞാനിനി വിറയ്ക്കുവാണോ എന്ന് ഞാൻ നോക്കി. പക്ഷേ എനിക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു ഫുൾ ബെഡ് ഇങ്ങനെ ആരോ ഷേക്ക് ചെയ്യുന്ന പോലെ. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ പിന്നെ കിടന്നുറങ്ങി. പിന്നെ ഞാൻ ആലോചിച്ചേക്ക് അത് ചിലപ്പോൾ പ്രസൻസ് അനുഭവിച്ചുകൊണ്ടായിരിക്കും, അത്രയും മൈറ്റി പ്രസൻസ് ചെയ്യുന്ന താരോട്ട് വന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനൊരു എക്സ്പീരിയൻസ് വന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു ഈ നവി മുംബൈയിലോട്ട് വരുന്നതിൻ്റെ മുന്നേ കർത്താവിനോട് സംസാരിച്ച ഒരു വചനമായിരുന്നു. 1 Samuel 10:6 and 7. The spirit of the Lord will come powerfully upon you and you will prophesy with them and you will be changed into a different person. Once these signs are fulfilled, do whatever your hand finds to do, for God is with you. ഇത് ഭയങ്കര ഒരു പവർഫുള്ളായിട്ടൊരു മെസ്സേജ് ആയിരുന്നു എനിക്ക് പേഴ്സണലി കിട്ടുന്നത്. അത് ഞാൻ ഇന്നലല്ല സാറ്റർഡേ അത് എനിക്ക് പിന്നെയും കർത്താവ് റിമൈൻഡ് ചെയ്തു ത്രൂ പാസ്റ്റർ സാമുൽ തമ്പീസ് പ്രീച്ചിങ്. അതിനകത്തൂടെ നമ്മൾ പോകുന്ന ഓരോ സ്ഥലത്തും ഹല്ലേലൂയ അവിടെ എല്ലാം കർത്താവിൻ്റെ ദൈവപ്രവൃത്തി കാണും. ആൻഡ് ഇറ്റ് ഇസ് സ്പെഷ്യലി റിട്ടൺ വൺസ് ദീസ് സൈൻസ് ആർ ഫുൾഫിൽഡ്, ഡു വാട്ട് എവർ യുവർ ഹാൻഡ് ഫൈൻഡ്സ് ടു ഡു. നിങ്ങളുടെ ആ സമയത്ത് എന്താണ് വാട്ട് ഈസ് അവൈലബിൾ ടു യു അത് നിങ്ങൾക്ക് ചെയ്യുക. ആൻഡ് ഫോർ ഗോഡ് ഇസ് വിത്ത് യു. ഹല്ലേലൂയ. അത് പേഴ്സണലി എനിക്ക് ടച്ചായ ഒരു കാര്യമായിരുന്നു. പിന്നെ ഞാൻ ഓർക്കുന്നതിൽ വേറെ ഒന്നും ഞാൻ മിസ്സാക്കിയിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രേ ഉള്ളെന്ന് തോന്നുന്നു. ഒത്തിരി കാര്യങ്ങൾ ഇനി നമുക്ക് കേൾക്കാനുണ്ട്. ഡോണ പറഞ്ഞു ഡോണയ്ക്ക് കട്ടിൽ ഇളകുന്നതായിട്ട് അല്ലെങ്കിൽ കട്ടിൽ വിറയ്ക്കുന്നതായിട്ട് അവൾക്ക് തോന്നി, ഷെയ്ക്ക് ചെയ്യുന്നതായിട്ട് തോന്നി. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2009 ഒരു വലിയ ഹോളി സ്പിരിറ്റ് എൻകൗണ്ടർ എൻ്റെ ജീവിതത്തെ മാറ്റിയ ചില വാഗ്ദത്തങ്ങളും
എൻ്റെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളൊക്കെ നൽകിയ ഒരു സമയം 2009 ആണ്. അന്ന് ഞാൻ ഒരു രാത്രി 2 മണിക്ക് ഒക്കെ, ഞാനത് പല സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആവർത്തിക്കുന്നില്ല, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുകയാണ് കട്ടിലേൽ ഞാൻ ഒഴുകി നടക്കുകയാണ്. ഞാൻ ഫീൽ ചെയ്യുകയാണ് ഇങ്ങനെ എവിടെയോ തിരമാല അടിക്കുന്നിടത്ത് ഞാനിങ്ങനെ ഒഴുകി നടക്കുക. കാരണം അന്ന് രാത്രിയിലത്തെ മീറ്റിംഗ് അത്ര പവർഫുള്ളായിരുന്നു. അതിൻ്റെ ഒരു ഹാങ് ഓവർ എന്ന് പറയാം. ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ഭയങ്കര പ്രസൻസ് ഉള്ള മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നാൽ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ കാറൊക്കെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കും, നമുക്ക് തോന്നും നമ്മുടെ പിടിയൊന്നും കാറിൻ്റെ സ്റ്റിയറിംഗ് ശരിക്കും വീഴത്തില്ലെന്ന് തോന്നും. അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ട്. നമ്മൾ ഈ പാട്ട് തീരുമ്പോൾ തീരുന്ന അന്യഭാഷയൊന്നും അല്ല നമ്മൾ അനുഭവിക്കേണ്ട പ്രസൻസ് എന്ന് പറയുന്നത്. അന്ന് രാത്രി ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങി. 2009 സെപ്റ്റംബർ മാസത്തിൻ്റെ ആദ്യത്തെ സാറ്റർഡേ ആണ്. ദൈവത്തിൻ്റെ സ്തോത്രം. 2009 സെപ്റ്റംബറിൻ്റെ ആദ്യത്തെ സാറ്റർഡേ. അപ്രോക്സിമേറ്റ്ലി ഈ സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ 15 വർഷമാകുക ദൈവം എനിക്ക് തന്ന ദൂതിനും വാഗ്ദത്തത്തിനും. താങ്ക് ലോഡ്. കാരണം അന്ന് പറഞ്ഞൊരു ദൂതാണ്, ഐ എം ഗോയിങ് ടു റേസ് എ ന്യൂ ജനറേഷൻ ഓഫ് ലീഡർഷിപ്പ്. ഒരു പുതിയ തലമുറയെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണെന്ന് അന്ന് രാത്രി 2:30 മുതൽ 4:30 വരെ ദൈവം എന്നെ പഠിപ്പിച്ചു. 2009 സെപ്റ്റംബറിൻ്റെ ആദ്യത്തെ സാറ്റർഡേ രാത്രിയിൽ ദൈവം ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണെന്ന് പഠിപ്പിച്ചു. എനിക്കറിയില്ല, ഇതൊരു കോയിൻസിഡൻസ് അല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമാണ്. കാരണം ഈ വർഷം സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ വേർതിരിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം എന്നോട് പറഞ്ഞു. അത് ഞാൻ ചർച്ചയിൽ പറഞ്ഞു. നമുക്ക് ചർച്ചയായിട്ട് പലരും ഈ വർഷത്തിൻ്റെ സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 31 മുതൽ വരെയുള്ള സമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ റിവൈവലൊക്കെ അതിൻ്റെ പാർട്ടായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീക്കെൻഡിൽ നമുക്ക് വിരാറിൽ വെച്ച് നമുക്ക് 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്. അതെല്ലാം ഈ ഒരു റിവൈവലിൻ്റെ പാർട്ടായിട്ട് പോവുകയാണ്. ചർച്ച ഏറ്റെടുത്ത ഒരു ഫാസ്റ്റിംഗ് പ്രെയറാണ്. വിരാറിൽ നമ്മൾ ഒരു ഔട്ട് സ്റ്റേഷൻ വർക്ക് ശാമുൽ തമ്പി പാസ്റ്ററും നമ്മളും ആ ഒരു വർക്ക് ആരംഭിച്ചിരിക്കുന്നു. ശാമുൽ തമ്പി പാസ്റ്ററാണ് അവിടെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്. ശാമുൽ തമ്പി പാസ്റ്റർ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു, നമ്മുടെ മിനിസ്ട്രിയോട് കൂടെ ചേർന്നു. എന്നിട്ട് വിരാറിൽ നമ്മളൊരു പുതിയ ഔട്ട് സ്റ്റേഷൻ തുടങ്ങി, ഒരു പുതിയ ചർച്ച അവിടെ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിൽ നമ്മളവിടെ ഒരു ഫാസ്റ്റിംഗ് പ്രെയർ വെച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഉപവാസങ്ങൾ കാണും. എല്ലാ വീക്കുകളിലും എന്തെങ്കിലുമൊക്കെ പ്രെയറുകൾ കാണും. കാരണം ഈ സെപ്റ്റംബർ മാസം ആരംഭിച്ച ഈ റിവൈവലിനെ നമുക്കിതിൻ്റെ അഗ്നിയെ കെടാതെ മുൻപോട്ട് കൊണ്ടുപോകണം. എനിക്ക് തോന്നുന്നു ഫിസിക്കലി നമുക്ക് ബോംബെയെ സംബന്ധിച്ചിടത്തോളം സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റിയുടെ കുറവുണ്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് നമ്മൾ മീറ്റിംഗ് വെച്ചേനെ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗം പോലെ വരുന്ന ദിവസങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഓൺലൈനിലെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് മീറ്റിങ്ങുകൾ വെക്കണമെന്ന് ഹൃദയത്തിലൊരു വലിയ ബേർഡനുണ്ട്. ഈ വർഷത്തിൻ്റെ അവസാനത്തെ 4 മാസങ്ങൾ വലിയ അനുഗ്രഹത്തിൻ്റെ മാസങ്ങളായി തീരുമെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 2009 സെപ്റ്റംബർ മാസത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ എനിക്ക് അങ്ങനെ ഉണ്ടായി. അന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് ദൂത് പറഞ്ഞു, ഞാനൊരു തലമുറയെ എഴുന്നേൽപ്പിക്കുകയാണ് എന്ന് ദൂത് പറഞ്ഞു. സെപ്റ്റംബർ മാസത്തിൽ തന്നെ, ഇത് ന്യൂയോർക്കിൽ വെച്ചാണ് സംഭവിക്കുന്നത്. ഞാൻ ഒക്കലഹോമയിൽ പോയി. ഞാൻ ഇന്നും ആ ദിവസം ഓർക്കുന്നു. ഒക്കലഹോമയിൽ ഞാൻ ചെന്നത് സെപ്റ്റംബറിലാണോ ഒക്ടോബറിലാണോ, അതിൻ്റെ അടുത്ത മാസമാകാം. ആ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ 4 മാസം, ഇപ്പം നമ്മൾ 4 മാസം എന്ന് പറഞ്ഞ പോലെ ആ 15 വർഷം മുമ്പുള്ള 4 മാസം പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചത് ഒറ്റ സബ്ജക്റ്റാണ്: ഒരു തലമുറ എഴുന്നേൽക്കുന്നു, ഒരു തലമുറ എഴുന്നേൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു അന്ത്യകാല ഉണർവിൻ്റെ തലമുറ എഴുന്നേൽക്കുന്നു. അന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു, പെന്തക്കോസ്തിൻ്റെ 3-ാം തലമുറ എഴുതി തള്ളാനുള്ള തലമുറയല്ല, ഞാൻ പെന്തക്കോസ്തിൻ്റെ 3-ാം തലമുറയാണ്. എൻ്റെ മകൾ അവൾ 4-ാം തലമുറ. എൻ്റെ വൈഫിൻ്റെ ആ ലിനേജ് വെച്ച് നോക്കുകയാണെങ്കിൽ അവൾ പെന്തക്കോസ്തിൻ്റെ 5-ാം തലമുറയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മകൻ പെന്തക്കോസ്തിൻ്റെ 5-ാം തലമുറ. അപ്പോൾ പെന്തക്കോസ്തിൻ്റെ 3, 4, 5 തലമുറയൊന്നും എഴുതി തള്ളാനുള്ളതല്ല. ഇതിനകത്തുനിന്ന് അസാധാരണമാകുന്ന വിശുദ്ധിയോട്, സമർപ്പണത്തോട് ഒരു തലമുറ എഴുന്നേൽപ്പിക്കുന്നു. 15 വർഷം മുമ്പ് കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് ദൂത് നൽകി. ആ ഒരു ദൂതൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് ആസാദി ചാനലിൽ യുവ എന്നുള്ളൊരു സെക്ഷനുള്ളത്. എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്ത് ദൈവം യൗവനക്കാർക്ക് വേണ്ടി ഒരു വലിയ വഴി തുറന്നിരിക്കുകയാണ്. ഗോഡ് ഹാസ് കെപ്റ്റ് എ സ്പേസ് ഇൻ മൈ ഹാർട്ട്. ഒരു വലിയ ഒരു സ്ഥലം ദൈവം വെച്ചിരിക്കുകയാണ്. ഞാൻ സൺഡേയിൽ സാക്ഷ്യത്തിന് കുഞ്ഞുങ്ങൾ സമയം ചോദിച്ചു. സാധാരണ ഞാൻ സാക്ഷ്യത്തിന് സമയം ചോദിച്ചാൽ 1 മിനിറ്റ് കൊടുക്കുന്നതാണ്. ഞാൻ ഈ പ്രാവശ്യം 1 മണിക്കൂറിൽ കൂടുതൽ കൊടുത്തു. എന്താ കാരണം എന്നറിയാമോ? അത് യൂത്ത് ചോദിച്ചതുകൊണ്ട്. കാരണം യൂത്ത് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അവരോട് ആത്മിക വിഷയമാണോ വചനപ്രകാരമുള്ളതാണോ നിഷേധിക്കത്തില്ല. കാരണം അവർ നാളത്തെ ദൈവരാജ്യത്തെ നടത്തേണ്ടവരാണ്. അവരാണ് ചർച്ചിൻ്റെ
ഫ്യൂച്ചർ. ഞങ്ങളൊക്കെ പതിയെ ഞാൻ ആ മീറ്റിങ്ങിലിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പിന്നെ ശീമോൻ പറഞ്ഞതുപോലെ ഞാനത് ചർച്ചയിൽ പറഞ്ഞു, ഇപ്പോൾ നാഥ സമാധാനത്തോടെ എന്നെ എടുക്കണമേ എന്ന് ശീമോൻ യേശു കർത്താവിനെ കയ്യിലെടുത്ത് പറഞ്ഞ പോലൊരു ഫീലിംഗാണ് എനിക്കുണ്ടായത്. കർത്താവെ, എനിക്ക് സന്തോഷമായി കർത്താവെ, ദേ ഒരു തലമുറ എഴുന്നേറ്റ് നിൽക്കുന്നു. ഞങ്ങൾ ഈ രംഗത്തുനിന്ന് മറഞ്ഞാലും ദൈവസഭയ്ക്ക് ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല, ഒരു കോട്ടവും ഉണ്ടാകത്തില്ല. ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നല്ലോ എന്ന് ചാരിതാർത്ഥ്യത്തോടെ മാറി നിന്ന് കണ്ട ഒരു അനുഭവമായിരുന്നു എൻ്റെ അനുഭവം. ഞാനങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് സൺഡേയിൽ ഞാൻ ആ വാക്കുകൾ ഉപയോഗിച്ചത്. ഷീമോൻ്റെ വാക്കുകളാണ് എൻ്റെ മനസ്സിൽ വന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അന്ന് ഒക്കലഹോമായിക്ക് ഞാൻ പോയി. ഒക്കലഹോമായിൽ ഒരു ഐക്യ മീറ്റിംഗ് നടക്കുകയാണ്. ഒക്കലഹോമായിലുള്ള പെന്റിക്കോസ്റ്റൽ ചർച്ചസ് എല്ലാം കൂടെ ചേർന്ന് അവിടുത്തെ ഹെബ്രോൻ എന്ന് തോന്നുന്നു, ഹെബ്രോൻ IPC ചർച്ചിൽ വെച്ച് ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്യുക കേട്ടോ. മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ പ്രസംഗിക്കുന്ന വചനം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. കർത്താവിൽ ശ്രേഷ്ഠരാകുന്ന ദൈവദാസന്മാരാണ് അന്നിവിടെ ശുശ്രൂഷിച്ചത്. പക്ഷേ ആ ക്രൗഡിൻ്റെ നടുക്ക് വർഷിപ്പ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന സമയത്ത് ഓൾ ഓഫ് എ സഡൻ പരിശുദ്ധാത്മാവ് എന്നോട് ഒരു വചനം പറഞ്ഞു. അത് സെക്കരിയാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ്. ഒരു വലിയ പവർഫുൾ വചനമായിരുന്നു. ആ വചനം ഞാൻ വായിച്ചു. എനിക്കത് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, കർത്താവേ, ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സെപ്റ്റംബർ മുതൽ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അന്ന് രാത്രി ഒക്കലഹോമ ഹെബ്രോൻ IPC ചർച്ചിൽ നടന്ന ആ ഒരു കമ്പൈൻഡ് സർവീസിൻ്റെ അകത്ത് വെച്ച് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച വചനം 9-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളാണ്. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ഞാൻ എനിക്ക് യഹൂദയെ വില്ലായി കുലച്ചും എഫ്രീമിനെ നിറച്ചുമിരിക്കുന്നു. സിയോനെ, ഞാൻ നിൻ്റെ പുത്രന്മാരെ, യവനദേശമേ, നിൻ്റെ പുത്രന്മാരുടെ നേരെ ഉണർത്തി നിന്നെ ഒരു വീരൻ്റെ വാൾ പോലെയാക്കും. ഹല്ലേലൂയ. ഈ വചനം കേട്ടപ്പോൾ എന്ത് മനസ്സിലായി? എനിക്കും ആദ്യം ഒന്നും മനസ്സിലായില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതിന് കുറേ ചരിത്രമുണ്ട് കേട്ടോ. യവനദേശത്തിനെതിരെ നിൻ്റെ മക്കളെ ഞാൻ ഉപയോഗിക്കുമെന്ന് ഇവിടെ ദൂത് പറയുമ്പോൾ, യവനദേശത്തിനെതിരെ നിൻ്റെ മക്കളെ ഞാൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ നിൻ്റെ പുത്രന്മാരെ, യവനദേശമേ, നിൻ്റെ പുത്രന്മാരുടെ നേരെ ഉണർത്തി നിന്നെ ഒരു വീരൻ്റെ വാൾ പോലെയാക്കുമെന്ന് എഴുതുമ്പോൾ അതിൻ്റെ പിന്നിലെ ചരിത്രം എന്താണെന്നറിയാമോ? യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിലൊക്കെയുണ്ട്. യവനദേശത്തിന് ഇവരുടെ മക്കളെ വിറ്റുകളഞ്ഞ ഒരു പഴയ ചരിത്രമുണ്ട്. യവനദേശത്തിന് ഇവരുടെ മക്കളെ പണ്ട് വിറ്റുകളഞ്ഞു. അങ്ങനെ വിൽക്കപ്പെട്ട യവനദേശം എന്ന് പറയുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടത് കൾച്ചർ എന്നാണ് കേട്ടോ. യവന കൾച്ചർ, ഗ്രീക്ക് എന്നർത്ഥം, ഗ്രീക്ക് കൾച്ചർ. സാമൂഹികമായിട്ട് സംസ്കാരപരമായിട്ടുള്ള ഒരു വലിയ അടിമത്തത്തിൽ പോയ ഒരു തലമുറയെ നോക്കിയിട്ട് പരിശുദ്ധാത്മ പറയുകയാണ്, ഈ പുതിയ കാലത്തിൻ്റെ പുതിയ കൾച്ചർ, പുതിയ സംസ്കാരങ്ങളുടെയൊക്കെ അടിമത്തത്തിൽ പോയ ഒരു പുതിയ തലമുറയെ നോക്കിയിട്ട്, പെന്തക്കോസ്തിൻ്റെ 3, 4, 5 ജനറേഷനെ നോക്കിയിട്ട് ഈ വചനം പറയുകയാണ്, ഏത് കൾച്ചറാണോ നിൻ്റെ തലമുറയെ കീഴടക്കിയത്, ഏത് കൾച്ചറിനാണോ നിൻ്റെ തലമുറയെ വിറ്റുകളഞ്ഞത്, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ആ കൾച്ചറിനെതിരെ യുദ്ധം ചെയ്യുവാൻ. ഞാൻ പറയുന്നത് അനാത്മികതയുടെ കൾച്ചറാണ് കേട്ടോ. ഞാൻ പറയുന്നത് അശുദ്ധിയുടെയും പാപത്തിൻ്റെയും പുതിയ സംസ്കാരങ്ങളെക്കുറിച്ച്. അതിന് അടിമയാക്കി വിറ്റപ്പെട്ട നമ്മുടെ തലമുറയെ കർത്താവ് ആ കൾച്ചറിനെതിരെ യുദ്ധം ചെയ്യുന്നവരാക്കി നിർത്തുമെന്ന് 2009 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധാത്മാവ് ഒക്കലഹോമയിൽ വെച്ച് എന്നോട് സംസാരിച്ചു. എന്നിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ യഹൂദയെ വില്ലായി കുലച്ച് എഫ്രീമിനെ അതിൽ നിറച്ചിരിക്കുന്നു. എഫ്രീം അമ്പും യഹൂദ വില്ലുമാണ്. എഫ്രീം അമ്പും യഹൂദ വില്ലുമാണ്. നിങ്ങൾക്കറിയാമോ, അന്ന് രാത്രി ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇതിൻ്റെ അർത്ഥം എന്താ? സാധാരണമല്ലാത്തൊരു വ്യാഖ്യാനം ദൈവം എനിക്ക് തന്നു. പരിശുദ്ധാത്മാവിൽ ഒരു റേമ എന്ന് പറയാം, ഒരു വെളിപ്പാട്, വചന വെളിപ്പാട്. അത് ആക്ഷരിക വെളിപ്പാടല്ല കേട്ടോ, ആക്ഷരിക വ്യാഖ്യാനമല്ല. ആക്ഷരിക വ്യാഖ്യാനം എന്താ? എഫ്രീം എന്ന് പറയുന്നത് നോർത്തേൺ കിങ്ഡം, യഹൂദ എന്ന് പറയുന്നത് സതേൺ കിങ്ഡം. ഇതാണ് ആക്ഷരിക വ്യാഖ്യാനം. നോർത്തേൺ കിങ്ഡം അമ്പുകളായി മാറും, സതേൺ കിങ്ഡം വില്ലായി എന്നുള്ളതാണ് ആക്ഷരികമായിട്ട് വ്യാഖ്യാനിക്കേണ്ടത്. യഹൂദ വില്ലാണ്, കാരണം യഹൂദിയാണ് സ്പിരിച്വൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. യഹൂദിയാണ്, സതേൺ കിങ്ഡമാണ്, ജെറുസലേമാണ് ആസ്ഥാനം, സ്പിരിച്വൽ ക്യാപിറ്റൽ എന്ന്. ഇതൊക്കെ അതിൻ്റെ ഒരു വ്യാഖ്യാനം. പക്ഷെ അന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് എടാ വേറൊരു വ്യാഖ്യാനമുണ്ട് കേട്ടോ. യഹൂദ എന്ന് പറഞ്ഞാൽ കണക്കിന്
എഫ്രീമിൻ്റെ അപ്പനാണ്. കാരണം എഫ്രീം ജോസഫിൻ്റെ മകനാണ്. അങ്ങനെ വരുമ്പോൾ യഹൂദ എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പൻ. എഫ്രീം എന്ന് പറഞ്ഞാൽ ആരാണ്? മകൻ, അടുത്ത തലമുറയാണ്. ദൈവാത്മാവിനോട് പറഞ്ഞു, അപ്പൻ വില്ലായിട്ടും മകൻ അമ്പായിട്ടും തീരും. ഇതിന് 127 സങ്കീർത്തനത്തിലൊക്കെ വാക്യമുണ്ട്, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ യൗവനത്തിലെ മക്കൾ, അവയാൽ തൻ്റെ ആവനാഴി നിറയ്ക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൻ യഹൂദ വില്ലായി നിൽക്കുമ്പോൾ മകൻ അമ്പായി ആകാശത്ത് പറക്കും. ദൈവാത്മാവിനോട് പറഞ്ഞു 2 തലമുറയെ ഒന്നിച്ച് ഉപയോഗിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പനെയും മകനെയും ഒരേ സ്റ്റേജിൽ ഉപയോഗിക്കും. ഈ കാലഘട്ടത്തിലൊരു പ്രശ്നം ജനറേഷൻ ഗ്യാപ്പാണ്. എന്താണ് ജനറേഷൻ ഗ്യാപ്പ്? ഒരു ജനറേഷൻ പറയുന്നത് അടുത്ത ജനറേഷന് ഇഷ്ടമല്ല. ജനറേഷൻ ഗ്യാപ്പ് ഇത്ര നാരോയാണ്. ഒരു 4 വയസ്സ് വ്യത്യാസമുണ്ടെങ്കിൽ ജനറേഷൻ ഗ്യാപ്പായി കഴിഞ്ഞു. 30 വയസ്സുള്ള ആൾ പറയുന്ന കാര്യം 26 വയസ്സുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത്ര ജനറേഷൻ ഗ്യാപ്പ് സമൂഹത്തെ കൾച്ചറലി അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അന്ത്യകാല ഉണർവിൽ സംഭവിക്കാൻ പോകുന്നത് 2009 പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു 2 തലമുറ ഒന്നിച്ചുപയോഗിക്കപ്പെടാൻ പോകുക. യഹൂദ അമ്പാകുമ്പോൾ എഫ്രീം വില്ലായി, യഹൂദ വില്ലാകുമ്പോൾ എഫ്രീം അമ്പായി മാറാൻ പോകുക. ഇതിൻ്റെ രഹസ്യം എന്താണെന്നറിയാമോ? ഒരു അമ്പിന് തനിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു അമ്പ് പറക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വില്ലുണ്ട്. ആ വില്ല് ആ ഞാണിന്മേൽ തൊടുത്ത ശേഷം ഞാണ് എത്രയും പുറകിലേക്ക് വലിക്കുന്നുവോ, എത്രയും പുറകിലേക്ക് വലിക്കുന്നു അത്ര ശക്തിയോടുകൂടെ വില്ല് മുമ്പോട്ട് കുതിക്കുവാനിടയായിത്തീരും. ഈ വിഷയത്തിൽ ബാബു ചെറിയാൻ പാസ്റ്റർ പറഞ്ഞ ഒരു മെസ്സേജ് ഞാൻ ഓർക്കുന്നു. കുമ്പനാട് കൺവെൻഷന് പറഞ്ഞ ഒരു മെസ്സേജാണ്, എത്രയും വില്ല് പുറകിലേക്ക് ആ ഞാൻ വലിക്കുന്നു അത്ര ശക്തമായിട്ട് അമ്പ് മുന്നോട്ട് കുതിക്കും. ബാബു ചെറിയാൻ പാസ്റ്റർ പറഞ്ഞ കോണ്ടസ്റ്റ് മറ്റൊന്ന്. അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ഞാൻ എത്രയും പുറമോട്ട് വലിക്കുന്നു അത്രയും ശക്തമായിട്ട് വില്ലിൽ നിന്ന് അമ്പ് തൊടുത്തു വിടുവാനിടയായിത്തീരും. പക്ഷേ ഈ വചനപ്രകാരം ഹല്ലേലൂയ, അപ്പന്മാരുടെ തലമുറ എത്ര ശക്തമായി നിൽക്കുന്നുവോ അവരുടെ കയ്യിൽ മക്കളുടെ തലമുറ, അടുത്ത തലമുറ ആകാശത്ത് പറക്കുന്ന രാജാവിൻ്റെ ശത്രുവിനെ തകർക്കുന്ന അസ്ത്രങ്ങളായി മാറാൻ പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം, ഒരു ജനറേഷൻ ഗ്യാപ്പില്ല. നമ്മുടെ ചർച്ചിലൊക്കെ സംഭവിക്കുന്നത് അതാണ്. ഞാനും എൻ്റെ മക്കളും കൂടെ ഒന്നിച്ച് ശുശ്രൂഷിക്കുക എന്ന് പറയുമ്പോൾ, നിങ്ങളെല്ലാം എൻ്റെ മക്കളാണ് കേട്ടോ, ഹല്ലേലൂയ. നമ്മളെല്ലാം ഒന്നിച്ച് ശുശ്രൂഷിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ജനറേഷൻ പ്രശ്നമില്ല. ഫിനി പാസ്റ്ററുടെ ഒരു ജനറേഷൻ, അടുത്ത ജനറേഷൻ, അങ്ങനെയൊന്നും റിവൈവലിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. ഒന്നിച്ച് ഉപയോഗിക്കപ്പെടുന്ന ഒരു വലിയ അത്ഭുതകരമാകുന്ന പ്രവൃത്തി ഇതെല്ലാ സഭകളിലും ഉണ്ടാകട്ടെ. യവനദേശം എന്ന് പറയുമ്പോൾ കൾച്ചറൽ ഇൻഫ്ലുവൻസുകൾ, സംസ്കാരത്തിൻ്റെ അടിമത്തങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ തകർത്ത് കളയുന്ന യവനദേശത്തിൻ്റെ ശക്തികൾ, കൾച്ചറൽ ഇൻഫ്ലുവൻസ്. ഗ്രീക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ശക്തമായ സ്വാധീനമായിരുന്നു. അതൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങളെന്ന് പറയുന്നത്. എന്തായാലും അന്ന് 15 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ചെയ്ത വാഗ്ദത്തം, ഒരു തലമുറ എഴുന്നേൽക്കുന്നു എന്ന വാഗ്ദത്തം ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ കാണുന്ന, ആസാദി ചാനലിലൂടെ കാണുന്ന ഓരോ ദൈവമക്കളോടും, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനോടും ഞങ്ങൾ ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളുടെ ചർച്ചസിലെല്ലാം ഹല്ലേലൂയ, നിങ്ങളുടെ യൗവനക്കാർ അസ്ത്രങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏഞ്ചലിനോ ലിജോയ്ക്കോ എന്തെങ്കിലും ഇനിയും ആഡ് ചെയ്യാൻ പറയാനുള്ളതുണ്ടെങ്കിൽ, വിട്ടുപോയതുണ്ടെങ്കിൽ, അനുഭവങ്ങളുണ്ടെങ്കിൽ പറയാൻ കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഒരു റിക്വസ്റ്റ് എനിക്ക് ഞങ്ങളെ കേൾക്കുന്ന എല്ലാ യൂത്ത്സിനോട് ഞങ്ങൾക്കുള്ളത്, ഞങ്ങളുടെ ചർച്ചിൽ സംഭവിച്ച റിവൈവൽ നിങ്ങളുടെ എല്ലാ ചർച്ചസിലും സംഭവിക്കണമെന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഭയങ്കര ബേർഡനുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, ഞങ്ങളുടെ ഇന്ത്യ മൊത്തം, വേൾഡ് മൊത്തം യൂത്ത്സിനെ പാസങ്ങൾ ഒരു ജനറേഷന് ദിവസങ്ങൾ വരും ദിവസങ്ങൾ ദൈവം എണീപ്പിക്കും എന്നൊരു ഭയങ്കര ബേർഡൻ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യുമായിരുന്നു, ഞങ്ങൾ മേഘം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഒരു സീസൺ, ഒരു മേഘം വന്ന് മൂടുമ്പം ആ ക്ലൗഡിൻ്റെ അകത്തുള്ള എല്ലാവർക്കും അവസരമുണ്ട്. അപ്പം ഈ നമ്മുടെ ഇപ്പോൾ ഒരു മേഘം, അല്ലെങ്കിൽ റിവൈവലിൻ്റെ ഒരു മേഘം നമ്മൾ കണ്ടുകൊണ്ട്, ആത്മാവിൽ കണ്ടുകൊണ്ട് അതിന് കീഴിൽ വരുന്ന എല്ലാവർക്കും അതിൻ്റെ അവസരമുണ്ട്. പാസ്റ്ററിൽ ഞങ്ങളെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കും നിങ്ങളുടെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിക്കായിരിക്കാം നിങ്ങൾ ചർച്ചിൽ ദാഹമുള്ളത്. ആ ഒരു വ്യക്തി മതി, ഒറ്റ വ്യക്തി മതി നിങ്ങൾക്ക് നിങ്ങളുടെ ചർച്ചിലെ സിറ്റുവേഷൻസിനെ മാറ്റാൻ കഴിയും. അത് 100% ഉറപ്പാണ്. കാരണം പരിശുദ്ധാത്മാവിന് ലിമിറ്റേഷൻസ് ഇല്ല. ഒരു കാര്യം കൂടി നിങ്ങൾ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറയാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഓരോ യൂത്ത് മീറ്റിങ്ങും പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ്. ഞങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷേ ഞങ്ങൾ ആ വിഷയം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നതനുസരിച്ചാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ മുൻപോട്ട് ചെയ്യുന്നത്.
അത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക. ബാക്കി ലിമിറ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ചിലപ്പം ഇത്ര വലിയ ടീം ഇല്ലായിരിക്കാം. എല്ലാവരെയും സഹകരണം, ഇപ്പം ഞാൻ തന്നെ പറയാം, ഒരു എക്സാം നിങ്ങൾക്ക് ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പറയുക. ഇപ്പം ഞങ്ങൾ ഈ ഹോളി സ്പിരിറ്റ് മീറ്റിംഗ് ഞങ്ങൾ പലരെയും അപ്രോച്ച് ചെയ്തപ്പം ഞങ്ങളുടെ ടീം അല്ലാതെ കുറച്ച് പിള്ളേർക്ക് പലരും ഇഷ്ടം കാണിച്ചു. 50-50 ഇഷ്ടം ഉണ്ടായിരുന്നു. ഒരു ദിവസം വരാം എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ അവരുടെ പേര് വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു ദിവസമെങ്കിലും വന്ന കുട്ടി പിന്നെ 3 എല്ലാ സെഷൻസും വരുമായിരുന്നു. അതായിരുന്നു ആ ദേവസാന്നിധ്യത്തിൻ്റെ ഒരു പ്രത്യേകത. കാരണം നമ്മൾ എന്ത് തീരുമാനിച്ചാലും ഒരു കൊച്ച്, ഒരു ആൾ നിങ്ങൾ ചർച്ചിലെ നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയും. റിവൈവലിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവസന്നിധിയിൽ ഒന്നിരുന്ന് പ്രാർത്ഥിച്ച് ദൈവാത്മാവ് ആലോചന പ്രാപിച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതിനെ ഒരു എക്സ്ക്യൂസ് ആക്കി കാണാതെ ആ പരിശുദ്ധാത്മാവിന് ലിമിറ്റേഷൻസ് ഇല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുട്ടുമടക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഐഡിയാസ് തരും. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ യൂത്തുമായി ഇടപെടാനുള്ള ഒരു വിസ്ഡം, ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് തരും. ഇപ്പം ജനറേഷൻ ഗ്യാപ്പ് പാസ് ഞാൻ ഇതിലെ കുഞ്ഞുങ്ങളായിട്ട് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അവർക്ക് എൻ്റെ ഒത്തിരി പ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അവരുടെ കൂടാനും സംസാരിക്കാനും ഒക്കെ ഉള്ള വിസ്ഡം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. പിന്നെ ഒരു കാര്യം പോലും നിങ്ങൾ പേഴ്സണലി എടുക്കരുത്. ഇപ്പം നിങ്ങൾ ഒരു കുട്ടീനെ ഉപദേശിക്കുന്നു അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്നു, അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് വിഷമം ചിലപ്പം വന്നെന്നിരും. ആസ് എ നമ്മൾ അവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന നമുക്ക് പല കാര്യങ്ങൾ വിഷമങ്ങൾ വരും. പക്ഷെ അത് നമ്മൾ പേഴ്സണലി എടുക്കാതെ അതിനെ ഒരു സ്പിരിച്വൽ ഫൈറ്റായിട്ട് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നമുക്കത് പേഴ്സണൽ നമ്മളെ ബാധിക്കത്തില്ല. നമുക്ക് അതേ ആ കൊച്ചല്ല അങ്ങനെ സംസാരിച്ചത്, പിശാച് ആ കുട്ടിയോട് പ്രവർത്തിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ് നമ്മുടെ ഉള്ളിൽ നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ട് നമ്മളെല്ലാ കുഞ്ഞുങ്ങളായിട്ട് ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് തുടങ്ങുക. അവരോടൊക്കെ നമ്മൾ സംസാരിച്ച് തുടങ്ങുക. അവർക്ക് വേണ്ടി മെയിനായിട്ട് പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ 2 വാക്ക് സംസാരിച്ചാൽ മതി, അത് ദൈവം പ്രവർത്തിക്കും. പ്രാർത്ഥന നിങ്ങൾ മാക്സിമം ചെയ്യുക, പ്രേയറിന് സമയം കൊടുക്കുക. റിവൈവൽ നിങ്ങളൊക്കെ ചർച്ചസിലുണ്ടാവും. ഇത് കേൾക്കുന്ന പലർക്കും ആ ആഗ്രഹം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ ആഗ്രഹം ഉണ്ടായതിന് ശേഷവും കർത്താവ് ഇതൊക്കെ ഞങ്ങൾക്ക് ലിമിറ്റാണല്ലോ, ഞങ്ങൾക്ക് ഇതില്ലല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു മെൻറ്റർ ഇല്ലല്ലോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ഒരു കുട്ടി മതി. നിങ്ങൾ ആരെയും ലീഡറാക്കി വെക്കണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. ജസ്റ്റ് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. എല്ലാം പരിശുദ്ധാത്മാവെല്ലാം ചെയ്യുന്നത്. ഞങ്ങൾക്ക് അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് പറയണം നമുക്ക് വാക്കില്ലായിരുന്നു. സാമ്പിളാണെങ്കിൽ കരച്ചിൽ മാത്രം. എല്ലാം കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇവിടെ വീട്ടിൽ വന്ന് രാത്രി മൊത്തം ഞാൻ കരയുമായിരുന്നു. സത്യം ഞാൻ ആരോടും പറഞ്ഞില്ല. ലിയച്ചാനറിയാം. ഞാൻ രാത്രി വന്ന് എനിക്ക് രാത്രി ഉറക്കം വന്നു. എല്ലാം കഴിഞ്ഞ് ശനിയാഴ്ച കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പിയായിട്ട് ചിരിച്ച് വന്ന് കെട്ടിപ്പിടിച്ച് പോകുന്നത് ഞാൻ കണ്ടു. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് ഇനി എന്തൊക്കെയോ ദൈവം ചെയ്യാനുണ്ടായിരുന്നോ, ഇനി എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ, ഞാൻ കുറച്ചും കൂടി വില കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പം ബാക്കി കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കുമായിരുന്നോ, എന്തൊക്കെയോ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ പോലായിരുന്നു. കാരണം പരിശുദ്ധാത്മാവ് ആ ഭാരം വീണ്ടും തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ കൊണ്ട് സ്റ്റോപ്പ് ആയിട്ടില്ല. ഞങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങളുടെ ഒക്കെ ചർച്ചസിൽ ഇത് പകരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്ത്യ, നമ്മുടെ വേൾഡ് മുഴുവനും യൂത്ത്സിന് മേൽ ഇത് പകരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് എടുക്കുക. പരിശുദ്ധാത്മാവിൽ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് അനുസരിക്കുക. അതനുസരിച്ച് മുമ്പോട്ട് പോവുക. പ്രാർത്ഥിക്കുക. നിങ്ങളെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഒരു ഇൻപുട്ട്, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സമർപ്പണം. നിതിൻ ആൻഡ് റിങ്കി ഫാസ്റ്റിംഗ് എടുത്തത് പറഞ്ഞു. ഏഞ്ചലും 21 days ഫാസ്റ്റിംഗ് ആയിരുന്നു. ഏഞ്ചൽ അത് പറഞ്ഞില്ല. ആ ഫാസ്റ്റിങ്ങിന് ശേഷമാണ് സത്യത്തിൽ ഈ ഒരു കുഞ്ഞുങ്ങളുടെ ഫാസ്റ്റിംഗ് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളെ എല്ലാവരും ദൈവം അതിനു മുമ്പ് പ്രിപ്പയർ ചെയ്തു. 21 days ഫാസ്റ്റിംഗ് എടുത്ത് ലീഡർഷിപ്പിനെ ദൈവം ഒരുക്കിയിട്ട് ഒരു റിവൈവലിന് വേണ്ടി ദൈവം നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തു. നമ്മുടെ ഹിന്ദി ടെസ്റ്റിമണി സെഷൻ ഇപ്പം ജസ്റ്റ് നമ്മൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഏഞ്ചൽ ഇപ്പം പറഞ്ഞല്ലോ, ഡു നോട്ട് ടേക്ക് ഇറ്റ് പേഴ്സണലായിട്ട് എടുക്കല്ലേ. കുഞ്ഞുങ്ങൾ നമ്മളോടൊന്ന് എതിർത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയാണ് പലയിടത്തും പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ അത് ഒരു ഇഷ്യൂ ആക്കി പിന്നെ ആ ഉള്ള യൂണിറ്റി എല്ലാം കളഞ്ഞ് കത്തിയ പരിശുദ്ധാത്മാവിൻ്റെ തീയെ കെടുത്തി കളഞ്ഞിട്ട് നമ്മൾ പോകും. അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദി നമ്മുടെ ടെസ്റ്റിമണി സെഷന് പ്രിയ ബെറ്റി സിസ്റ്ററാണ് സാക്ഷ്യം പറയാൻ വന്നത്. എനിക്ക് തോന്നുന്നു ബെറ്റി സിസ്റ്റർ നമ്മുടെ സൂമിലുണ്ടായിരുന്നു. ഇപ്പം അല്പസമയങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ബെറ്റി സിസ്റ്റർ ഒരു അനുഭവം പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ബെറ്റി സിസ്റ്റർ അനുഭവം പറഞ്ഞത്, സിസ്റ്ററുടെ പിന്നെ പ്രഗ്നൻസി റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് പുള്ളിക്കാരത്തിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പുള്ളിക്കാരത്തി ഡോക്ടറോട് ഒത്തിരി ഷൗട്ട് ചെയ്തു, ഒത്തിരി എതിർത്ത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വളരെ കൂളായിട്ട് അതിനെ സ്വീകരിച്ചു. അപ്പം എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ. ആ ഡോക്ടർക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റി? ഡോക്ടർ പറഞ്ഞു, എനിക്ക് നിൻ്റെ വിഷമം മനസ്സിലാകുന്നുണ്ട്. കാരണം നിൻ്റെ റിപ്പോർട്ട് മോശമാണെന്ന് പറഞ്ഞപ്പോൾ നിനക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഇമോഷണലിയാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു ഡോക്ടറിന് അത്രയും
ടോളറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ദൈവദാസന്മാർക്ക് എന്ത് ടോളറൻസ് വേണം? നമ്മളെ ചീത്ത വിളിക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, നമ്മളെ ദൈവത്തിൻ്റെ ബേബി സിറ്ററാക്കിയേക്കുക, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ബേബി സിറ്റർ അല്ലേ? ഞാൻ എപ്പോഴും ദൈവത്തോട് പറഞ്ഞത്, കർത്താവേ, മോശ പണ്ട് പറഞ്ഞതുപോലെ ഇവരെയെല്ലാം ഞാൻ പ്രസവിച്ചിട്ടുണ്ടോ എന്ന് മോശ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ഇസ്രായേൽ മക്കളുടെ മത്സരം കണ്ടിട്ട് മോശ ചോദിച്ചു, ഇതിനെയെല്ലാം ഞാനാണോ കർത്താവ് പ്രസവിച്ചത്? നമ്മൾ പ്രസവിക്കാത്ത കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. എനിക്ക് ഏറ്റവും വലിയ പേടി എന്താണെന്ന് പറയുക, കർത്താവ് അപ്പച്ചൻ്റെ മക്കളെ എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നെ ബേബി സിറ്ററാക്കിയേക്കുക. ഈ കുഞ്ഞ് ചിലപ്പം എന്ത് ചെയ്യും, അവനെ എല്ലാ വൃത്തികേടും കാണിക്കും, പക്ഷേ അതെല്ലാം ഞാൻ സഹിച്ചേ പറ്റത്തുള്ളൂ. കാരണം യേശുപ്പച്ചൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നേക്കുന്നത്, വഴി കളഞ്ഞിട്ട് പോകാൻ നിൽക്കുമോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഏഞ്ചൽ പറഞ്ഞതിനെ ഒന്നുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറയുകയാണ്. നല്ല ഹൃദയമുള്ള യൂത്ത് ലീഡേഴ്സ് എല്ലാ ചർച്ചിലും ഉണ്ടാകട്ടെ. ഇത്രയും നല്ല ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ വീക്കിലുണ്ടായത്. വി ആർ ക്യാരിയിങ് ദാറ്റ് റിവൈവൽ. അത് തീർന്നിട്ടില്ല, അതിൻ്റെ അഗ്നി കെട്ടിട്ടില്ല. അടുത്ത ദിവസങ്ങളിലെ മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ പിന്നെയും അത് അനുഭവിക്കാൻ പോവുക. യൂത്തിൻ്റെ ഇടയിൽ അത് ആരംഭിച്ചു, അത് ചർച്ചിലേക്ക് പകർന്നു. ചർച്ചിൽ നിന്ന് ലോകം മുഴുവൻ അത് അറിയട്ടെ എന്ന ആഗ്രഹത്തോടു കൂടെ ആസാദിയിലൂടെ അത് വിളിച്ചു പറയുകയാണ്. ആഫ്റ്റർ ഐ തിങ്ക് 8-9 വർഷത്തിന് ശേഷമാണ് ഇപ്രകാരം ഒരു റിവൈവൽ ഞങ്ങളുടെ ചർച്ച അനുഭവിക്കുന്നത്. 2015 ഇതിനു മുമ്പ് സാധാരണ ദൈവപ്രവർത്തികൾ കണ്ടത്. പിന്നെയും കർത്താവ് ഞങ്ങളെ തൊടുന്നതിനെ ഓർത്ത്, അസാധാരണ ദൈവപ്രവർത്തികൾ കാണിക്കുന്നതിനെ വെളിപ്പെടുത്തുന്നതിനോർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ സെഷനിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടു, സംസാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ റിക്വസ്റ്റ് നിതിൻ, ക്യാൻ യു പ്ലീസ് പ്രേ? നിതിൻ പ്രാർത്ഥിച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ വളരെ സന്തോഷമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കാൽവറി രക്തം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. Heavenly Father, Lord, we thank you for this fellowship that you have given us, Papa. Heavenly Father, Lord, we surrender ourselves into your mighty hands, Father. Whatever we spoke today, whatever we discussed today, Lord, we pray that it has touched the hearts of these people who have attended the meeting, Father. Let your name be glorified through their lives, Father. Let the fire that you have put in our hearts, Lord, let that be lit in their hearts as well, Father. Let this fire spread to nations, Master. Let your message, the gospel, be spread in the entire world, Master. Let your name be glorified through these messages, Master. Have your way, Father. We pray that we surrender ourselves. We surrender every youth of this country, Lord. We pray that you speak to each and every one of them, Lord. Touch their hearts, open their eyes so that they can see the sin in their lives, Father, so that they can repent and turn back to you, Lord, so that they can leave all the worldly pleasures and take up their cross and follow you, Master. Have your way in their lives, Father. Holy Spirit, we thank you for everything that you have done in our lives, Papa. Please continue doing that. Help us to grow in you, Master. Thank you for everything, Papa. Thank you for this moment that you've given us, Papa. Thank you for answering all our prayers. We praise you, we glorify you, Father. In Jesus' name we make this prayer, Father. Amen. Amen, amen, amen. With the love of Heavenly Father, grace of our Lord and Savior Jesus Christ, and sweet companion of Holy Spirit be upon us from today and forever. Amen, amen. എല്ലാവരോടും ഒരു പ്രാവശ്യം നന്ദി പറയുക. താങ്ക് യു ആൾ. ഗോഡ് ബ്ലസ് യു ആൾ. സൺഡേയിൽ 1 മണിക്കൂറോളം നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞ ടെസ്റ്റ് മണി, ഹിന്ദി ഇംഗ്ലീഷ് ടെസ്റ്റ് മണിയാണ്. നമ്മുടെ ഹിന്ദി ചാനലിൽ അത് ഇടുന്നുണ്ട്. ഹിന്ദി ഇംഗ്ലീഷും മനസ്സിലാകുന്നവർ ആ ടെസ്റ്റ് മണി യു ക്യാൻ വാച്ച്. മേരി കഹാനി ചാനലിൽ അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.